വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കും. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എൻ്റെ യശസ്സുള്ളൂ. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിൻ്റെ പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാഴ്ചയോടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരിഗണിപ്പിക്കുക അത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവൻ്റെ അണിപണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ദൈവമേ യോഗ്യമാവുന്നു. സ്വാഗതം ആശംസിക്കുവാനായി നിരണം ഭദ്രാസന സെക്രട്ടറി ശ്രീമതി ശോശാമ മാമൻ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യനായ ഡോക്ടർ ജോഷുവ മാർ ദിക്കോസ് തിരുമേനി, അഭിവന്യനായ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി, നമ്മുടെ സ്റ്റേജിലെ ഉപവിഷ്ടരായിരിക്കുന്ന മധ്യ വർഗീസ് അച്ഛന്, എപ്പിസ്കോപ്പ പ്രൊഫസർ മേരി മാത്യു സിസ്റ്റർ, അതുപോലെ മറിയാമ്മ ചാക്കോ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മത്തമറിയം സമാജത്തെ നയിക്കുന്നതുമായ സ്ത്രീരത്നങ്ങൾ, ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പാവപ്പെട്ട മീൻപിടുത്തക്കാരുടെ ഇടയിൽ യേശു തമ്പുരാൻ സുവിശേഷം അറിയിച്ച് ലോകത്തിന് വെളിച്ചം പകർന്നതുപോലെ പാവപ്പെട്ട കുറച്ച് സ്ത്രീകളുടെ ഇടയിൽ ദൈവവചനം ഉൾക്കൊള്ളുവാനും മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാനുമായിട്ട് തന്നിരിക്കുന്ന നല്ലൊരു സംഘടനയായ മർത്തമറിയം സമാജത്തിൻ്റെ ഒരു സമ്മേളനം പരിശുദ്ധ പരിമള തിരുമേനിയുടെ 111-ാം ഓർമ്മ പെരുന്നാളിൽ വീണ്ടും നടക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കി. ദൈവം അതിന് അവസരവും അനുവാദവും തന്നു. അതനുസരിച്ച് ഈ സമ്മേളനത്തിന് കടന്നു വന്ന ഏവരെയും സ്വാഗതം അരുളുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഈ സമ്മേളനത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ ദിക്കോസ് തിരുമേനിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പുതിയൊരു ഭദ്രാസനമായ നിലയ്ക്കൽ ഭദ്രാസനം പ്രവർത്തനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ആത്മീയ സംഘടനയിലെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം അഭിമന്യ തിരുവൻസിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെയും അധിപനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അഭിമന്യ തിരുമനസിനെ മർത്തമറിയം സമാജത്തിൻ്റെ ഈ സമ്മേളനത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം അരുളിക്കുന്നു. അടുത്തത് നമ്മുടെ അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലീത്തയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ആ വലിയ സ്വാതന്ത്ര്യം നമ്മുടെ സമ്മേളനങ്ങൾക്ക് നേരത്തെ തന്നെ
നയിക്കുവാൻ തക്കവണ്ണം ഭാഗ്യം സൃഷ്ടിച്ച അഭിമന്യ തിരുമനസ്സാണ്. ഒരു പ്രാവശ്യത്തെ ഗ്ലോബൽ മീറ്റിലെ ബോംബെയിൽ വെച്ചൊരു വനിതകളുടെ സ്ത്രീകളുടെ ഒരു പാർലമെന്റ് തന്നെ നടക്കുകയുണ്ടായി. പാർലമെന്റ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അന്ന് മുതൽ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അർഹിക്കുന്ന സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അഭിമന്യ തിരുമനസ് മർത്തമറിയ സമാജത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് തന്നെ നമ്മളോട് പ്രവർത്തിക്കുകയും ഇന്നും നമ്മളോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനത്തിനായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അഭിമന്യ തിരുമനസിനെ ഈ സമ്മേളനത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫാദർ മാത്യു വർഗീസ് അച്ഛന് ഏവർക്കും അറിയാം, ഇന്നത്തെ അഖില മലങ്കര മർത്തമറിയ സമാജത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. അച്ഛന് കൂടുതലായി ഇതിന് പ്രവർത്തിച്ചു എന്നുള്ളതിന് വളരെയധികം ഉദാഹരണങ്ങളുണ്ട്, ഏവർക്കും അറിയാവുന്നതാണ്. അച്ഛൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് പരിമല പെരുന്നാളിനോടനുബന്ധിച്ച് പാവപ്പെട്ട സ്ത്രീകളെ ഒന്നിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധിച്ചു. ദൈവനമ്പുരാനെ കൃപ നൽകി. ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് അച്ഛന് സമ്മേളനത്തിൻ്റെ പേരിൽ സ്വാഗതം അരുളിക്കൊള്ളുന്നു. അഭിമന്യ ഡോക്ടർ യുഹാനന്മ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത എന്ന മദ്രാസന മെത്രാപ്പോലീത്തയാണ്. ഒരു മാമോദിസായ പറയാതെ ഇതിനായിട്ട് അത്യാവശ്യമായിട്ട് പോയിട്ടുണ്ട്, ഞാൻ വന്നുകൊള്ളാം എന്ന് ഇന്നലെ പറഞ്ഞു. അഭിമന്യ തിരുമനസിനും ഈ സമ്മേളനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം അരുളിക്കൊള്ളുന്നു. നമ്മുടെ ക്ലാസ് എടുക്കുവാനായിട്ട് വന്നിരിക്കുന്നത് അഖില മലങ്കര ജനറൽ സെക്രട്ടറി പ്രൊഫസർ മേരി മാത്യു ആണ്. നമുക്കറിയാം, സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം എല്ലാ വിശിഷ്ട ഗുണങ്ങളും അടങ്ങിയ ഒരു സ്ത്രീരത്നമാണ്. അനുഭവത്തിൽ കൂടാണ് പറയുന്നത്. പ്രാർത്ഥനാപൂർവ്വം സ്ത്രീകളെ നയിക്കുവാനുള്ള എല്ലാ ദൈവിക കൃപയും ടീച്ചറിനുണ്ട്. ടീച്ചറാണ് ക്ലാസ് നയിക്കുന്നത്. ഈ സമ്മേളനത്തിലേക്ക് ടീച്ചറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്റ്റേജിലെ മുൻ സെക്രട്ടറി ശ്രീമതി അക്കാമപ്പോള് കൊച്ചമ്മയെയും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ മീറ്റിംഗ് വിജയിപ്പിക്കുവാനായിട്ട് വന്നിരിക്കുന്ന തുമ്പവൺ ഭദ്രാസന വൈസ് പ്രസിഡന്റ് കോറെപ്പിസ്കോപ്പായിരിക്കും സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഫാദർ മാത്യു വി തോമസ് ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്റ്റേജിൽ ഇരിക്കുന്ന എല്ലാവരെയും, കാരണം പ്രവർത്തനം കൊണ്ട് മുമ്പും പിൻപും ഇപ്പോഴും പ്രവർത്തിക്കുവാനായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്ന ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഈ സമ്മേളനം വിജയിപ്പിക്കുവാനായിട്ട് അനേകരുണ്ട്. സ്റ്റേജിൽ കൂടുതൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അർഹതയുള്ള അനേകം മംഗളരത്നങ്ങളുണ്ട്. മുൻ സെക്രട്ടറിമാരെ, ഗ്രൂപ്പ് സെക്രട്ടറിമാരെ, അങ്ങനെ എല്ലാവരെയും, അതുപോലെ തന്നെ നമ്മുടെ സമാജാംഗങ്ങളില്ലെങ്കിൽ നമ്മളൊന്നുമില്ല. സമാജാംഗങ്ങൾ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈ സന്തോഷത്തോടുകൂടി ഹാർദവമായി സ്വാഗതം ചെയ്ത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ടും എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന അഭിനന്ദനായ ഡോക്ടർ ജോഷുവ മാർ നിക്കോഡിമോസ് തിരുമനസ്സുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് അദ്ദേഹത്തെ ഹാർദവമായി ക്ഷണിക്കുന്നു. അഖില മലങ്കര മർത്തമറിയ സമാജത്തിൻ്റെ ഈ പരിമല സമ്മേളന ഔപചാരികമായി ഇന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്ന തുമ്പവൺ ഭദ്രാസനാധിപൻ സഭയിലെ സ്ഥിര മെത്രാപ്പൊലീത്തന്മാരൊരാണ്. അഖില മലങ്കര മർത്തമറിയ സമാജത്തിൻ്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ സഭയുടെ പരിസ്ഥിതി വിഭാഗത്തിൻ്റെ പ്രസിഡന്റും ഒക്കെയായിരിക്കുന്ന അഭിനന്ദനായ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുവേദി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്യരായ വലിയ ശ്രേഷ്ഠർ, അഖില മലങ്കര മർത്തമറിയ സമാജം വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് അച്ഛൻ, തുമ്പോൾ ഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വന്യനായ തോമസ് ജോൺസൺ കോർപ്പസ്തോപ്പ അച്ഛൻ, മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വന്യനായ മാത്യു തോമസ് അച്ഛൻ,
അഖില മലങ്കര മർത്തോമാ സമാജം ജനറൽ സെക്രട്ടറി, മുൻ ജനറൽ സെക്രട്ടറി, ഭദ്രാസന സെക്രട്ടറിമാർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ സദസ്സിൽ സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് തുമ്പവൺ, നിരണം, മാവരിക്ക ഭദ്രാസനങ്ങളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്നുചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മർത്തോമാ സമാജാംഗങ്ങളായ അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 111ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് 4 ദിവസങ്ങളായി ഇവിടെ വിവിധ സമ്മേളനങ്ങളും വിശുദ്ധ കുർബാനയും ആരാധനകളും എല്ലാം നടന്നു വരികയാണ്. ഇന്ന് അഭിവന്ദനായ കുര്യാക്കോസ് മാർ ക്ലീമിയസ് തിരുവനന്തപുരത്തുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് മർത്തോമാ സമാജത്തിൻ്റെ ഈ സമ്മേളനം ഇവിടെ ആരംഭിക്കുന്നു. 1-2 പേരുടെ പേരുകൾ ഞാനിവിടെ ഇപ്പോൾ ഓർത്തു. ഒന്ന്, ഒരു പിതാവിൻ്റെ പേര് കൊച്ചൈപ്പോര, മറ്റത് മാതാവിൻ്റെ പേര് മറിയ. നമുക്കൊക്കെ വളരെ സുപരിചിതമായ, പഠിച്ചു വച്ചിരിക്കുന്ന 2 പേരുകളാണ്. പലപ്പോഴും മർത്തോമാ സമാജാംഗങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള പേരുകളുമായിരിക്കും ഇത്. അതുകൊണ്ടൊക്കെ തന്നെ വളരെ സന്തോഷമുണ്ട്. ഈ 2 പേരുകൾ ആരാണെന്നറിയാം, പേരുകളുടെ ഉടമസ്ഥരാരാണെന്നറിയാം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാളിന് ആയിരിക്കുമ്പോൾ, പെരുന്നാളിൽ പങ്കെടുക്കുമ്പോൾ ഈ മാതാപിതാക്കളെ ഈ സമ്മേളനത്തിൽ പ്രത്യേകം അനുസ്മരിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം ജീവശാസ്ത്രപരമായ വലിയ പഠനം ഞാൻ നടത്തിയിട്ടില്ലെങ്കിലും മാതാപിതാക്കളുടെ ഗുണങ്ങൾ, അവരുടെ പ്രാർത്ഥനാ ജീവിതം, അവരുടെ നയിക്കുന്ന കുടുംബാന്തരീക്ഷം, ജീവിതശൈലി ഒക്കെ ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന കാലം മുതൽ ഒരു വ്യക്തിയുടെ വ്യക്തിജീവിതത്തെ സ്വാധീനിക്കും, അതിനെ പുഷ്ടിപ്പെടുത്തുകയോ വളർത്തുകയോ തളർത്തുകയോ ഒക്കെ ചെയ്യുമെന്ന് വായിച്ചിട്ടുള്ളത് ഓർക്കുന്നു. 165 വർഷങ്ങൾക്കപ്പുറത്താണ് പരിശുദ്ധന പരിമല തിരുമേനി പൂജാതനാകുന്നത്. 1748 അദ്ദേഹം പൂജാതനായതിൻ്റെ 165 വർഷമാണ്. അപ്പോൾ അതിന് വേറെ പ്രായമുണ്ടല്ലോ മാതാപിതാക്കൾക്ക്. അങ്ങനെ 160 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു കേരളത്തിൽ, ഒരു കൊച്ചു കേരളത്തിൽ ഇന്നത്തേതിനേക്കാൾ വളരെയേറെ സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ വളരെ ഒരുപക്ഷെ നാം പിന്നോക്കം നിൽക്കുന്നതെന്ന് നാം പറയും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു നൂറ്റാണ്ടിൽ ജനിച്ചു വളർന്ന കുടുംബസ്ഥരായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചവരിൽ ഒരാളാണല്ലോ പരിശുദ്ധന പരിമല തിരുമേനിയായി വളർന്ന ആ പൈതൽ. കുടുംബാന്തരീക്ഷങ്ങൾ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും വളർച്ചയിലും സ്വാധീനിക്കുന്നുവെങ്കിൽ ആ കുടുംബാന്തരീക്ഷത്തിൻ്റെ നായകനും നായികയും ആരാണ്? മാതാപിതാക്കളാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന അധികം ആളുകളും മാതാക്കളോ വല്യമ്മച്ചിമാരോ അതിൻ്റെ അടുത്ത തലമുറ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളവരോ ആകും. തീർച്ചയായിട്ടും ഒരുമിച്ച് കൂടുമ്പോൾ ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാടുകൾ, സഭയുടെ ചുറ്റുപാടുകൾ, നമുക്ക് ജീവിച്ചിരുന്ന ചുറ്റുപാടുകൾ നമ്മെ കണ്ണു തുറപ്പിക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ്. മലങ്കര സഭയ്ക്കും ലോകത്തിന് മുഴുവനും വെളിച്ചം പകർന്നു തന്ന, ദൈവസ്ഥാനത്തിന് വലിയ മധ്യസ്ഥനായി തീർന്ന, ഇന്നും മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധന പരിമല തിരുമേനി ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന, ഒരു കൊച്ചു കുടുംബത്തിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരെ മാതാപിതാക്കളുടെ
മകനായി ജനിച്ചു വളർന്ന ഒരു സാധാരണ ശിശു. ആ ശിശു ദൈവവൈതലായി അതിനെ വളർത്തുന്നതിനും ദൈവവേലയ്ക്ക് സമർപ്പിക്കുന്നതിനും ദൈവവിളിക്കനുസരിച്ച് ആ ജീവിതം നയിക്കുന്നതിന് ആ ശിശുവിന് സാധ്യമായി തീർന്നു എന്നുള്ളതാണല്ലോ ആ ജീവിതത്തിൻ്റെ പ്രത്യേകതയായിട്ട് നാം കാണുന്നത്. പരിശുദ്ധ തിരുമേനിയുടെ മധ്യസ്ഥന് അഭയപ്പെട്ടുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ നാം കടന്നു വരുമ്പോഴും ഈ വാരം മുഴുവനും പെരുന്നാളായി ആചരിക്കുമ്പോഴും ഈ ചാപ്പലിൽ 1-2 മണിക്കൂർ ഈ സമ്മേളനത്തിൽ നാം പങ്കെടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒട്ടേറെ ചിന്തകളുണ്ട്. ഇന്ന് നാം ഒക്കെ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കുടുംബ അന്തരീക്ഷങ്ങളും സഭയുടെ അന്തരീക്ഷങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പ്രത്യേകം നാം ചിന്തിക്കേണ്ടതും പലപ്പോഴും നമ്മെ വേദനിപ്പിക്കേണ്ടതുമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. പത്രങ്ങളിൽ കാണുന്ന വാർത്തകളും അനുദിനം അനുഭവിക്കുന്ന ദുരിതങ്ങളുടെയും ഒക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ ഏറെ നാം ചിന്തിക്കുകയും വിഷമിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധ പരിപാടിയുടെ മധ്യസ്ഥന് അഭയപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനം ഒരുമിച്ച് കൂടാം. ഇതേറ്റം അനുഗ്രഹപ്രദമായി തീരട്ടെ. 111 പെരുന്നാളെ സംബന്ധിച്ച് മർദ്ദന സമ്മാനത്തിൻ്റെ ഈ അനുഗ്രഹീത സമ്മേളനത്തിൽ നാം പങ്കെടുക്കുമ്പോൾ അഖിലമലങ്കരയിലുള്ള മുഴുവൻ സ്ത്രീരത്നങ്ങളുടെയും അമ്മമാരുടെ പ്രതിനിധികളായിട്ട് ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കൂടിയുള്ള പ്രത്യേക സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. അഭ്യുതനായ വലിയ തിരുമേനി കുര്യാക്കോസ് മാർ ക്ലീമിയസ് തിരുമനസുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കും. തുടർന്ന് പ്രൊഫസർ മേരി മാത്യുവിൻ്റെ ക്ലാസും ഒക്കെ ശ്രമിച്ച് സന്തോഷത്തോടെ സംതൃപ്തരായി ആത്മശോധനയോടുകൂടി ദൈവസമർപ്പണത്തോടുകൂടി പരിശുദ്ധ പരിപാടി തിരുമേനിയുടെ മധ്യസ്ഥ അഭയപ്പെട്ടുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് മടങ്ങുന്നതിന് നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരമ്പരയുടെ ഈ മണ്ണിൽ ഒരു പക്ഷേ 10 വർഷക്കാലത്തിന് മേൽ നിന്നു പോയിരുന്നതായൊരു സംഗമമാണ് ഈ 111 ഓർമ്മ ദിനത്തിൽ ഇന്നിവിടെ സമാരംഭിക്കുന്നത്. ഈ 111 ഓർമ്മ പെരുന്നാളിൽ അഖില മലങ്കര മർത്തമരി സമാജത്തിൻ്റെ, അതായത് ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് വരെ നമ്മുടെ പ്രതിനിധികളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് മാവേലിക്കര, ചെങ്ങന്നൂർ, നിരണം, ഭദ്രാസനങ്ങളിലെ പ്രതിനിധികൾ മാത്രമല്ല, കണ്ടനാട് മുതൽ ഉള്ള എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്രതിനിധികളിവിടെ എത്തിയിട്ടുണ്ട്. ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന ഇപ്പോഴത്തെ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിയുതനായ കുര്യാക്കോസ് മാർ ക്ലീമിയസ് തിരുമേനി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ വിനയത്തോടെ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അഭിമന്യ തിരുമേനി, വന്യ ഓരപ്പിസ്കോപ്പന്മാരെ, അഖില മലങ്കര മർത്തമരി സമാജം വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മാത്യു വർഗീസച്ചൻ, ജനറൽ സെക്രട്ടറി ഡോക്ടർ മേരി മാത്യു, മറ്റ് ജനറൽ സെക്രട്ടറിമാരെ, വന്യ സിസ്റ്റർ, സഹോദരി സഹോദരന്മാരെ, വത്സല്യമുള്ള സഭാ വിശ്വാസികളെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നേ ദിവസം
ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ സാധിച്ചതൊരു വലിയ സന്തോഷമായിട്ടാണ് ഞാൻ കാണുകയാണ്. ഈ മർത്തമറിയ സമാജം ഈ സഭയിൽ ആരംഭിച്ച വന്യ ശ്രേഷ്ഠ പിതാക്കന്മാരെ ആദരപൂർവ്വം ഈ അവസരം നമുക്ക് സ്മരിക്കാം. സ്ത്രീകളുടെ സ്ഥാനം മനസ്സിലാക്കി അവർക്ക് സഭയിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള അവസരം ഉണ്ടാക്കി തന്ന പട്ടശ്ശേരി തിരുമേനി, പരിശുദ്ധ പരിമല തിരുമേനി, പരിശുദ്ധ ഗീവർഗീസ് ബസേലിയോസ് നിധിയൻ ബാബ തിരുമേനി, അങ്ങനെയുള്ള വലിയ പിതാക്കന്മാരെ നമുക്ക് സ്മരിക്കാം. ഇതിൻ്റെ ആഗോള സമ്മേളനം ഈ അടുത്തയിടെ നടക്കുകയുണ്ടായെന്ന് നിങ്ങൾക്കറിയാം. അതിന് കുമ്പോൺ ഭദ്രാസനത്തിനാണൊരു അവസരം ലഭിച്ചത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ദൈവത്തിൻ്റെ കൃപയാൽ ഭംഗിയായി നടന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ സഹായിക്കുകയും സഹകരിക്കുകയും അധ്വാനിക്കുകയും ചെയ്ത എല്ലാവരെയും ഈ അവസരത്തിലും ഞാൻ എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് നന്ദി അറിയിക്കട്ടെ. ഇന്ന് മറ്റ് സംഘടനകളെക്കാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ത്രീകളുടെ സംഘടനയാണ്, എന്നാൽ സഭയിലുള്ള മറ്റ് ആധ്യാത്മിക സംഘടനയേക്കാൾ ഒരു വലിയ പ്രവർത്തന ശൈലിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു ദശവത്സരങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് ഈ സംഘടനയ്ക്കുണ്ടായ അഭിവൃദ്ധി നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നപ്പോൾ ഒരു നല്ല അവസരം കിട്ടി. ആദ്യമായിട്ടാണ് സ്ത്രീകൾ അങ്ങനെ ഒരു വിദേശയാത്ര അല്ലെങ്കിൽ കർത്താവിൻ്റെ കബറിടത്തിലേക്ക് അല്ലെങ്കിൽ യെരുശലേമിലേക്ക് പോയത്. അത് മർത്തമറിയ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു എന്ന് ഓർക്കുമ്പോൾ അതൊരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ അവസരത്തിൽ പരിശുദ്ധ പരിമല തിരുമേനിയെ ഓർക്കുമ്പോൾ പരിശുദ്ധ പരിമല തിരുമേനി അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രേഷ്ഠരായിട്ടുള്ള വൈദികരെയും അൽമായരെയും ഒക്കെ ചേർത്ത് ഒരു യെരുശലേം യാത്ര നടത്തി. അന്ന് നമ്മുടെ സഭയിലുള്ള അനേകം പള്ളികൾ അതിനെ സഹായിച്ചു. ഇന്ന് നമുക്ക് അങ്ങനെ സഹായമൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് ഒരു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ നിന്നോ പോകുന്ന സാമ്പത്തിക ശേഷിയുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ കാലത്ത് 111 വർഷം മുമ്പ് അല്ലെങ്കിൽ അതിലൊക്കെ കൂടുതൽ വർഷം മുമ്പ് ഈ സ്ഥലത്ത് നിന്ന് യെരുശലേമിലേക്ക് യാത്ര പോകണമെങ്കിൽ എന്തെല്ലാം കരുതിയിരുന്നിരിക്കണം. അരകല്ലും കുഴമയും വരെ കരുതിയിരുന്നു. കപ്പലിലായിരുന്നു യാത്ര. ദിവസങ്ങളോളം യാത്രയാണ്. അപ്പോൾ അത്രയും ദിവസം ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളായ സാമഗ്രികൾ ഇതെല്ലാം കരുതി ദുർഘടമായ കപ്പലിലെ ക്ലേശത്തിൽ നിന്നും കരയിലെ യാത്രയിൽ കൂടിയും ക്ലേശങ്ങൾ സഹിച്ച് പോയ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആ കാലയളവിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ ഒരവസരം കൂടിയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആത്മീയ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് വരുമ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് പങ്കിടട്ടെ. ഇന്നലെ നമ്മുടെ സഭയുടെ പരിസ്ഥിതിയുടെ വകയായ ഒരു മീറ്റിംഗ് ഇവിടെ കൂടി. അപ്പോഴും ഞാനിത് പ്രസ്താവിക്കുകയുണ്ടായി. അപ്പോൾ മാത്രമല്ല ഞാൻ പ്രസ്താവിച്ചത്, എന്നേക്കാൾ വലിയ ശ്രേഷ്ഠരായിട്ടുള്ള വാഗ്മികൾ പരിശുദ്ധ പിതാക്കന്മാരൊക്കെയും ഇത് ഇവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. പ്രസിദ്ധനായ സുകുമാർ അഴീക്കോട് ഒരു ദിവസം ഇവിടെ പരിശുദ്ധ പരിമല തിരുമേനിയെക്കുറിച്ച് അനുസ്മരിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രസ്താവിച്ച ഒരു കാര്യമാണ്, പരിശുദ്ധ പരിമല തിരുമേനിയുടെ പാദസ്പർശമേറ്റ മണ്ണിന്നിപ്പോൾ അപ്രത്യക്ഷമാണ്, അതിങ്ങനെ സിമെന്റിട്ട് മൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞു.
പരിശുദ്ധ പരിമളത്തിരുമേനിയുടെ പരിമളം, ആ പാദത്തിൻ്റെ പരിമളം, അദ്ദേഹത്തിൻ്റെ ആ പരിമളം ഇന്ന് നമുക്ക് നേരിട്ട് ലഭിക്കുന്നില്ല. അതിങ്ങനെ ഈ പരിസരം മുഴുവൻ ഇങ്ങനെ സിമൻ്റിട്ട് അടച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുണ്യ പാദസ്പർശങ്ങൾ ഏറ്റിട്ടുള്ള മണ്ണിൽ ചവിട്ടുവാൻ ഭാഗ്യം നമുക്കില്ല. പരിസ്ഥിതിയുടെ ഒരു പരിഷ്കാരമായിരിക്കാം അത്. നമ്മുടെ വീടുകളിൽ നിന്ന് അങ്ങനെ പരിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. പള്ളിയുടെ പരിശുദ്ധ മദ്ബഹായും അങ്ങനെ പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഐക്യരായും പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ചെറിയ ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ പരിശുദ്ധ മദ്ബഹ പ്ലാസ്റ്റിക് നിരോധിത മേഖലയായിരിക്കണമെന്നൊപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് നിരോധിത മേഖലയിൽ. ഞാൻ വൈദികരോട് സ്നേഹബുദ്ധിയാ അറിയിക്കുകയുണ്ടായി. പരിശുദ്ധ പള്ളിയുടെ മദ്ബഹ എപ്പോഴും പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു സ്ഥലമായിരിക്കണമെന്ന്. അതൊരു 90% വിജയിക്കുമെന്ന് ഞാൻ അഭിമാനിക്കുന്നു. ത്രോണോസിൽ പ്ലാസ്റ്റിക് ഇങ്ങനെ വെച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന രംഗമുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ കുറവാണെന്നുള്ളത് സന്തോഷമുണ്ട്. അപ്പോൾ അപകടകരമായി ഈ പ്ലാസ്റ്റിക് എത്രയും വേഗം ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതിന് ഒരു ശക്തിയുമില്ല. ചിലപ്പോൾ നിറം കൊണ്ട് ആകർഷിക്കപ്പെട്ടേക്കാം. നിങ്ങളതിൻ്റെ ശാസ്ത്രീയ വശത്തിൻ്റെ ശാസ്ത്രപഠനം നടത്തിയിട്ടുള്ള ചിലരെങ്കിലും കാണും. അത് വളരെ അപകടകരമായ വസ്തുവാണ്. നമ്മുടെ ശരീരത്തെ ഊർജം അങ്ങോട്ട് വലിച്ചെടുക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വീട്ടിലോ പള്ളിയിലെ മദ്ബഹായിലോ പ്ലാസ്റ്റിക് മറ്റൊരു സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ഊർജം വലിച്ചെടുക്കുന്ന ഒരു രാസവസ്തുവാണ്. അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ജീവനുള്ള പൂക്കൾ ക്രോണോസിലോ നമ്മുടെ സമീപത്തോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയ ഊർജം, എനർജി നമുക്ക് നൽകുന്നുണ്ടെന്നുള്ളതാണ്. ഇനി ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയട്ടെ. എനിക്ക് പരിചയമുള്ള ഒരു വൈദികനുണ്ട്. 60 വർഷമായി അദ്ദേഹം അച്ഛനായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു അച്ഛനാണ്. ചുരുങ്ങിയ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടും അദ്ദേഹം പള്ളിയിൽ വരും, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് നിന്ന്, പൂന്തോട്ടത്തിൽ നിന്ന് ജീവനുള്ള പൂക്കൾ പറിച്ചുകൊണ്ടുവന്ന് ത്രോണോസിൽ വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കും. അത് സൗലഭ്യം തരുന്നുണ്ട്, വർണ്ണഭംഗി നൽകി നമ്മളെ ആനന്ദിപ്പിക്കുന്നുണ്ട്, നമുക്ക് എനർജി തരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ ഒരു പ്രകൃതിയിലെ സത്യമാണ്. നിങ്ങളതിനെ അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയട്ടെ. ഏതെങ്കിലും അമ്പലത്തിൽ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുപോയി പൂജ അർപ്പിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. ഒരിക്കലുമില്ല. അങ്ങനെ ആരും ചെയ്യുകയില്ല. അതിനാൽ വളരെ അർത്ഥപൂർണമായിട്ടാണ് ജീവനുള്ള പൂക്കൾ കൊണ്ടിരുന്ന് പൂജ അർപ്പിക്കുന്നത്. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവർ അതിൻ്റെ അപകടത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുകയും 100, 200, 1000 വർഷം കഴിഞ്ഞാലും നമുക്ക് അപകടം തന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. എത്രയും കുറച്ചുപയോഗിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഭാഗം ഞാൻ എടുത്തു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ സ്ഥലത്ത് എൻ്റെ വീട്ടിൽ നിന്നാണ് നടന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്ററാണ് ഈ പരിമലപ്പള്ളിയിലേക്ക്. ഞാൻ അന്നുള്ള അനുഭവം ഓർക്കുകയാണ്. നല്ല തണുപ്പ്, നല്ല ശീതളമായ പശ്ചാത്തലം ഒക്കെയാണ്. ഇന്ന് ഇവിടെ എത്ര ഫാനൊന്നുമില്ല. എത്ര ഫാനിട്ടിട്ടും ഈ ചൂട് സഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഇന്നത്തെ ചൂടിനേക്കാൾ കൂടുതൽ നമുക്ക് സത്യമാണ്. എന്നിരുന്നാലും ഈ പരിസരമല്ല, നമ്മുടെ എല്ലാ പരിസരവും അത്രയ്ക്കേറെ ചൂട് കൂടുന്നു. കാലവർഷം കഠിനമായി വരുന്നു. ഘോരമായി നമുക്ക് അപകടം വരുന്നു. പക്ഷേ വെള്ളം ആവശ്യമാണ്, വെള്ളം ഈ ഭൂമിക്ക് ആവശ്യമാണ്. അങ്ങനെയൊക്കെയുള്ളത് പരിസ്ഥിതിയിൽ വളരെയേറെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ തിരുമേനിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച് പഠിക്കേണ്ട ഒരു വിഷയം ഒത്തിരി പേര് പഠിക്കുന്നുണ്ട്. പക്ഷേ എത്ര പ്രായോഗികമാക്കുന്നതെന്ന് നമുക്കറിയില്ല.
എനിക്ക് ഈ സ്ത്രീ ഭക്തമറിയ സമാജത്തിലെ എല്ലാ അമ്മമാരോടും സഹോദരിമാരോടും പറയാനുള്ളത് പരിശുദ്ധ ബലിവലത്തിന്മേനിയെക്കുറിച്ച് പഠിക്കേണ്ട ഒരു സമയമാണിതെന്നുള്ളത് ഓർമ്മിപ്പിക്കുക. അത് കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലായാലും ആത്മീയതയെക്കുറിച്ചായാലും പരിസ്ഥിതിയെക്കുറിച്ചായാലും സഭയുടെ ആരാധനാ രീതിയെക്കുറിച്ചായാലും നല്ല ഉപദേശങ്ങളെക്കുറിച്ച് പറയാനായാലും എന്തെല്ലാം കാര്യങ്ങൾ പരിശുദ്ധ പരിമലത്തിന്മേനിയെക്കുറിച്ച് പഠിക്കുവാനുണ്ട്. അത് മക്കളി സമാജത്തിൻ്റെ ഒരു പാഠമായിട്ട് തീരട്ടെ. പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും തുടർന്ന് പഠനം നടക്കട്ടെ എന്നാണ് എനിക്ക് അറിയിക്കുവാനുള്ളത്. ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി നമ്മുടെ ചുറ്റുപാടുണ്ട്. ശുദ്ധവായു ഇന്ന് സുലഭമല്ല. നമ്മൾ വിചാരിക്കും അതൊരു അവാസ്തവ പ്രസ്താവനയാണെന്ന് പറഞ്ഞു. ഞാൻ പത്തനംതിട്ട നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വയനാട്ടിലേക്ക് ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. 18 വർഷം. ഈ പത്തനംതിട്ട നിന്ന് ഏകദേശം 500 കിലോമീറ്ററാണ് സുൽത്താൻ ബത്തേരിക്ക്. കാറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അത് 1991 മുതൽ തുടങ്ങി 2009 വരെ യാത്ര ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പോകുമ്പോൾ കഠിനമായ ചൂടുള്ള സമയമുണ്ട്, മഴ കൂടുതലുള്ള സമയമുണ്ട്. എറണാകുളം ടൗണിലോ കോഴിക്കോട് പട്ടണത്തിലോ ചെല്ലുമ്പോൾ, ആലുവ പ്രദേശത്ത് ചെല്ലുമ്പോഴോ ഒരു നല്ല ശുദ്ധവായുവിൻ്റെ ലഭ്യത ഇല്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു അപാകത അവിടുത്തെ വായുവിന് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഫാക്ടറികൾ വളരെയേറെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ആലുവ പ്രദേശം. അതുപോലെ തന്നെ കോഴിക്കോട് നിന്നാലും ജനസാന്ദ്രത കൊണ്ട് അത് നല്ല ശുദ്ധവായു ലഭിക്കുന്നില്ല എന്ന് എനിക്കൊരു അനുഭവം തോന്നിയിട്ടുണ്ട്. അല്പം കൂടി യാത്ര ചെയ്ത് താമരശ്ശേരി ചുരം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ, ലക്കിടിയിലോ വൈത്തിരിയിലോ ചെല്ലുമ്പോൾ എന്തോ ഒരു വ്യത്യസ്തമായ ഒരു നല്ല ശുദ്ധമായ വായുവിൽ ശ്വസിക്കുന്ന അനുഭവം. ഞാൻ ഇറങ്ങി നിന്ന് ആ ശുദ്ധമായ ശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വനാന്തര പ്രദേശം, ഉയർന്ന പ്രദേശം, ഫാക്ടറികളില്ലാത്തൊരു സ്ഥലം, അല്ലെങ്കിൽ ജനപ്പെരുപ്പമില്ലാത്തൊരു സ്ഥലത്ത് എന്നിട്ട് നല്ല സുന്ദരമായ ശുദ്ധവായു ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കി. ഇന്ന് ശുദ്ധവായുവിൻ്റെ ലഭ്യതയുടെ പഠനം നടന്നിരിക്കുന്ന സമയമാണ്. നമുക്ക് ഒരു 80% സ്ഥലങ്ങളിൽ ശുദ്ധവായു ലഭിക്കുന്നില്ല. ഇത് ഒരു അപകട സൂചനയാണെന്ന് അറിയാം. അതുപോലെ തന്നെ ശുദ്ധജലം, മനോരമ ഒരു സർവേ നടത്തിയത് അറിയാം. എത്ര പേർക്ക് കിണർ ശുദ്ധജലം നൽകുന്നതാണെന്ന് പഠിച്ചിട്ട് 80% കൂടുതലും ശുദ്ധജലം നൽകുന്ന കിണറുകളല്ല, അല്ലെങ്കിൽ പൈപ്പ് വാട്ടർ ശുദ്ധജലമല്ല. ആ ഒരവസ്ഥയിലേക്ക് നമ്മളായിരിക്കുന്നു. അതുകൊണ്ട് ഒരു നിർദ്ദേശം, ഇന്നലെ ഒരു CD പ്രൊജക്ഷൻ നടത്തി ഒരു ജലസംഭരണിയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭദ്രാസനത്തിൽ നവജ്യോതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തോമസ് കുട്ടിയുണ്ട്, അദ്ദേഹത്തെ അന്വേഷിക്കാൻ മതി. വളരെ ലളിതമായി, വളരെ ശാസ്ത്രീയ രീതിയിൽ അത് ചെയ്തു തരുവാൻ കഴിയും. ഞാനത് 1 മിനിറ്റ് കൊണ്ടൊന്ന് വിശദീകരിക്കാം. ഈ നമുക്കുള്ള വീടിൻ്റെ മുറ്റമെന്ന് പറയുന്നത് 1-2 സെൻറ്റെങ്കിലും കാണും. 1 സെൻറ്റ് സ്ഥലത്ത് 1,11,200 ലിറ്റർ ജലം ഒരു വർഷം നമുക്ക് ലഭിക്കുന്നുണ്ട്. 1 സെൻറ്റ് സ്ഥലത്ത് നിന്ന് 1,11,200 ലിറ്റർ ജലം ലഭിക്കുന്നുണ്ട്. ഈ ജലം മുഴുവൻ ഇന്ന് നഷ്ടപ്പെട്ടു. പണ്ടത്തെ മനുഷ്യർക്ക് എങ്ങനെയെങ്കിലും ശേഖരിച്ച് തരത്തിലോ പാത്രങ്ങളിലോ സൂക്ഷിക്കുമായിരുന്നു. ഇന്നത്തെ ആളുകൾ അത് സംഭരിക്കുവാൻ അറിയാമെങ്കിലും അതൊക്കെ ഒരു അപരിഷ്കൃത സംഗതിയാണെന്ന് മനസ്സിലാക്കി തള്ളിക്കളയുകയാണ്. എന്നിട്ട് ആ ജലം ഇപ്പോൾ കിട്ടുന്നവരൊക്കെ ചെയ്യുന്നത് മിറ്റമെല്ലാം സിമെൻറ്റ് ഇൻ്റർലോക്ക് ഇട്ടിട്ട് ആ വെള്ളം വഴിയിലേക്ക് ഒഴുകി, വഴിയിൽ നിന്ന് താഴേക്ക് ഒഴുകി കടലിലേക്ക് ഒഴുക്കിക്കളയുകയാണ്. ഈ വീഴുന്ന 1,14,000 ലിറ്റർ ജലം 1 സെൻറ്റിൽ നിന്ന് ശേഖരിച്ച് ഇഷ്ടംപോലെ ജലം, ശുദ്ധജലം ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള സാധ്യത ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സ്ത്രീകളൊക്കെ വെള്ളത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കിഴക്കുമലയിലെ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടനാട് പ്രദേശത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആർക്കും ഈ ശുദ്ധജലം ആവശ്യത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് നിഷ്പ്രയാസം ഇതിനെ ശേഖരിച്ച് ഒരു പാത്രം
ഒരു ടാങ്ക് ഉണ്ടാക്കി അരിക്കുവാനുള്ള ലളിത സംവിധാനങ്ങളുണ്ട്. അത് അരിച്ചിട്ട് ഒരു ടാങ്കിലേക്ക് ശേഖരിച്ച് വെക്കാം. ആ ടാങ്കിനടുത്തൊരു കിണറുണ്ടെങ്കിൽ അധികം വരുന്ന വെള്ളം കിണറ്റിലേക്ക് വരിക. ഇത് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഞാൻ എൻ്റെ വകയൊരു സ്ഥാപനം, അതെന്ന് പറഞ്ഞാൽ അച്ഛനായിരുന്നപ്പോൾ തുടങ്ങിയ ഒരു സ്ഥാപനം വെച്ചുവെച്ചായിരുന്നു. വെച്ചുവെച്ചാൽ വെള്ളം ദുർലഭമാണ്, അവിടെ ലഭ്യമല്ല. 6 അമ്പയാറുണ്ടെങ്കിലും ആ പ്രദേശം മുഴുവൻ വെള്ളം കിട്ടാത്തൊരു സ്ഥലമാണ്. 30 വർഷം മുമ്പ് വെള്ളമില്ലാതെ താമസിക്കുകയാണ്. പക്ഷേ ഇപ്പോഴൊരു 30 പേര് രോഗികളൊക്കെ താമസിക്കുന്നതുകൊണ്ട് അവർക്ക് ശുദ്ധജലം ആവശ്യമായത് ഈ പ്രിയപ്പെട്ട സ്ഥാപനത്തെ കൊണ്ട് പദ്ധതി കൊണ്ടൊന്ന് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മേൽക്കൂരിയുടെ കിട്ടുന്ന ജലം മുഴുവൻ ശേഖരിച്ച് ശുദ്ധി ചെയ്ത് വലിയ ടാങ്കിൽ 35,000 ലിറ്റർ വെള്ളം ശേഖരിച്ച് സൂക്ഷിക്കുന്നു. അതിന് 70,000 രൂപയെ ചിലവുള്ളൂ. അത് ശേഖരിച്ചു. അത് നടന്നു കഴിയുമ്പോൾ അതിനടുത്താണ് കിണറിപ്പോൾ ഒരിക്കലും പറ്റത്തിലാണ്. അറിയും വരുന്നതിനകത്ത് ഞാൻ പലപ്പോഴും അതിൽ നിന്ന് കഴിയുന്ന വെള്ളമെടുത്ത് കുടിച്ചിട്ടുണ്ട്. അത് നല്ല ശുദ്ധജലമാണ്. വളരെ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ശുദ്ധജലം ഇപ്പോൾ ലഭിക്കുന്നില്ലെങ്കിൽ അതിനുള്ള ഉപദേശമോ അതിനുള്ള കാര്യങ്ങളോ ചെയ്തു വരുന്നതിന് കുംഭകുണ്ഡദ്രാസനത്തിന് നവജ്യോതിക്ക് കഴിയുമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഭൂമിയിലെ മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം. വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നതുമില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യരുണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ഈ വിശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ മണ്ണൊരു റോ മെറ്റീരിയലാണ്, അസംസ്കൃത വസ്തുവാണ്. മനുഷ്യനെ ഉണ്ടാക്കുക. നമ്മളെല്ലാം സൃഷ്ടിച്ചത് ഈ മണ്ണുകൊണ്ടാണ്. ഈ മണ്ണിനെ നശിപ്പിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. മണ്ണിനെ പല വിധത്തിൽ നശിപ്പിക്കുന്നവരാണ് നമ്മൾ. അതിന് രാസവളം ചേർത്ത് വിഷവസ്തുക്കൾ ചേർത്ത് മണ്ണിൻ്റെ ജീവനെ നശിപ്പിക്കുന്നവരാണ് നമ്മൾ. ഒരിക്കലും പാടില്ല. ഇത് നമ്മളെ സൃഷ്ടിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുവാണ്. അത് ദൈവം ഉപയോഗിച്ച് നമ്മളെ ഭംഗിയുള്ളവരായി, സൗന്ദര്യമുള്ളവരായി, ആരോഗ്യമുള്ളവരായി സൃഷ്ടിച്ചു. മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. അത് മൃഗങ്ങളെയും മനുഷ്യനെ രക്ഷിക്കുവാനുള്ള അസംസ്കൃത വസ്തുവാണ് ഈ മണ്ണ്. അതുകൊണ്ട് ഈ മണ്ണിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ആദിവാസികൾക്ക് പ്രത്യേക സ്വഭാവമുണ്ട്. അവർ ഈ മണ്ണിനെ രക്ഷിക്കാറില്ല. ഒരിക്കലും കുമ്പാറുണ്ടോ കുങ്കാലുണ്ടോ വ്യത്യാസമുണ്ടോ ഒന്നും ഈ മണ്ണിനെ അവർ വെട്ടിമുടിക്കത്തില്ല. കാരണം മണ്ണെന്ന് പറയുന്നത്, ഈ ഭൂമി എന്ന് പറയുന്നത് മാതാവാണ്. മാതാവിൻ്റെ മാറ് വിളക്കുവാൻ ഈ ആദിവാസിക്ക് മനസ്സില്ല. അവൻ അതുമാത്രമല്ല ഇന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വളരെ കവിതയോട് അനുവാദം ചോദിക്കും. ഞാൻ ഒന്ന് എൻ്റെ പാദം കൊണ്ടൊന്ന് സ്പർശിച്ചു വളരെ അത്രയ്ക്ക് കവിയുമായി, ശ്രേഷ്ഠമായി, ദിവ്യമായി കരുതുന്ന ഒരു വസ്തുവാണ് മണ്ണ്. മണ്ണെത്രയോ തരങ്ങൾ തരുന്നു. കോടാനുകോടി വർഷമായിട്ട് ഈ മണ്ണിൽ ഉണ്ടാകുന്ന മരങ്ങളിൽ നിന്ന് പുഷ്പങ്ങൾ, ഫലങ്ങൾ, വിത്തുകൾ എല്ലാം തന്ന് നമ്മളെ സൗന്ദര്യവരാക്കുന്നു, ആരോഗ്യമുള്ളവരാക്കുന്നു. ഈ മണ്ണിനെ നശിപ്പിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെ വാക്കുകൾ നിർത്തട്ടെ. ഈ സമ്മേളനത്തിൽ സംസാരിക്കുവാനിടയായ സന്തോഷമാണ്, അനുഭവമായിട്ട് മനസ്സിലാക്കുന്നു. അതിന് അവസരം തന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ നമ്മുടെ മർത്തമയ സമാജത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രസ്താവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അറിവിനായ ജോഷുവ തിരുവേലി, ഈ
ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അഭിനന്ദനായ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി, അമേരിക്കയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനനായ PS ഷൗനേൽ എപ്പിസ്കോപ്പാച്ചൻ, തുമ്പമൺ ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തോമസ് ജോൺസൺ എപ്പിസ്കോപ്പ, മാവേലിക്കര ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ മാത്യു പി തോമസ് അച്ഛൻ, മോംസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രൊഫസർ മേരി മാത്യു, മുൻ സെക്രട്ടറി ശ്രീമതി അക്കാമ പോൾ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി മറിയാമ്മ ചാക്കോ, പ്രിയപ്പെട്ട അസിസ്റ്റേഴ്സ്, വിവിധ ഭദ്രാസനകളെ പ്രതികരിച്ച് കടന്നിരിക്കുന്ന ഭദ്രാസന സെക്രട്ടറിമാർ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അരിമ സന്താനങ്ങളായിരിക്കുന്ന മഹിളാരത്നങ്ങളെ, ബഹുമാനായ ഔഗ്യൻ പ്രഭാഷൻ, പരിശുദ്ധ പരിമള തിരുമേനിയുടെ 111-ാം ഓർമ്മ പെരുന്നാളിൽ മലങ്കര സഭയുടെ വനിതാരത്നങ്ങൾക്ക് ഈ പരിശുദ്ധ മണ്ണിൽ സമ്മേളിക്കുവാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിദ്ധ അഭ്യർത്ഥനായ ഡോക്ടർ യുവാനൻ മാർ തേവദോസ് തിരുമേനിയുടെ അഭാവത്തിൽ തന്നെയും കടന്നു വന്ന എല്ലാവരെയും അഭിനന്ദ പ്രസിദ്ധ തിരുമേനിയുടെ സ്നേഹാന്വേഷണങ്ങൾ ഈ സമയത്ത് അറിയിക്കട്ടെ. പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ 111-ാം ഓർമ്മ പെരുന്നാൾ സമുചിതമായി നാം നടത്തുന്ന ഈ വേളയിൽ ആ പരിശുദ്ധനെ അനുസ്മരിക്കുക എന്നുള്ളതായ ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ആത്മീയതയുടെയും ആരാധനയുടെയും പേരിൽ മനുഷ്യ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന സ്വാർത്ഥമതയുടെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് എല്ലാവരെയും ഒന്നായി കാണുവാനും തിരുത്തേണ്ടതിനെ തിരുത്തുവാനും പുതിയ ആശയങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുവാനും യത്നിച്ച പരിശുദ്ധ പരിമള തിരുമേനി എന്ന ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രസക്തി ഏറുന്നതാണ്. ആധ്യാത്മികതയിലൂടെയും സാമൂഹിക പ്രതിബദ്ധതയിലൂടെയും ദൈവിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളെ സ്വാധീനിക്കുന്ന അമൂല്യ വ്യക്തിത്വമായിരുന്നു പരിശുദ്ധനായ പരിമള തിരുമേനി. 5 പതിറ്റാണ്ട് കാലത്ത് തൻ്റെ ജീവിതം കൊണ്ട് ഒരു നൂറ്റാണ്ടിനെ സ്വാധീനിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ട ഒരു ജനതയെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം നടത്തിയ പരിശ്രമം ഏറ്റവും ശ്ലാഘനീയമാണ്. വിശുദ്ധിയുടെ അത്യുന്നതങ്ങൾ വിരാജിക്കുമ്പോഴും സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് സമയം കണ്ടെത്തിയ ഒരു യോഗീശ്വരനായിരുന്നു അദ്ദേഹം. മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ദർശനമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എല്ലാ സൃഷ്ടികളെയും യാതൊരു അതിർവരമ്പുകളുമില്ലാതെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഊർജ്ജ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗം സാമൂഹ്യ നവോത്ഥാനത്തിന് നൽകിയ സംഭാവന ചെറുതല്ല. അന്ധകാലത്തിൽ ആണ്ടുകിടന്നിരുന്ന ജനതയെ വിമോചിപ്പിക്കുന്നതിന് വേണ്ട കർമ്മ പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു. കേരളത്തിൽ അരങ്ങേറിയ അനാചാരങ്ങൾക്കും അനീതികൾക്കുമെതിരായി ശക്തമായി പ്രതികരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആത്മീയ തലത്തിൽ ദൈവാലയ അതിർത്തിയിൽ ഒതുങ്ങിക്കഴിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നില്ല അദ്ദേഹം, മറിച്ച് എല്ലാ സാമൂഹിക നിയന്ത്രണങ്ങളെയും അതിജീവിച്ച് യഥാർത്ഥ മനുഷ്യസ്നേഹത്തിൻ്റെ വ്യക്തമാകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പുറജാതികളുടെ ഉന്നമനത്തിന് വേണ്ടി ആരാധനാലയം സ്ഥാപിച്ച് ആരാധനാ സൗകര്യങ്ങളും വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് അറിവിൻ്റെ മേഖലയെ വികസിപ്പിക്കുവാൻ പരിശുദ്ധനായ പരിമള തിരുമേനി മുൻകൈയെടുത്തു. വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ സന്മാർഗ അഭ്യസനം താഴ്ന്ന നിലയിൽ കഴിയുന്നതിലേക്ക് നൽകുവാൻ കഴിയും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഊർസ്ലേം യാത്രാനന്തരം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നു: ഈ നാട്ടിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല മറ്റു മതക്കാരുടെ ഇടയിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിക്കുന്നത് സുവിശേഷ പ്രചരണത്തിന് ഉത്തമമായ മാർഗമാണ്. ദൈവാനുഗ്രഹം ശ്രദ്ധിച്ചിട്ടുള്ള മഹാന്മാർ ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകങ്ങളായിരിക്കുമല്ലോ വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുന്നു. ആ മഹാന്മാർ ക്രിസ്ത്യാനികളാണല്ലോ. അവരുടെ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തീയ തത്വങ്ങൾ വിദ്യാർത്ഥികൾ വേരുന്നാതിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവസൃഷ്ടിയായ മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന അയിത്തം പോലുള്ള അനാചാരങ്ങളെ ശക്തമായി എതിർക്കുവാൻ പരിശുദ്ധ പരിമള തിരുമേനിക്ക് കഴിഞ്ഞു. സ്വന്തം കൈകൾ കൊണ്ട് പുറജാതിക്കാരുടെ മക്കളുടെ മാമോദീസ നടത്തിയ പരിശുദ്ധ പരിമള തിരുമേനി സാമൂഹ്യ അനീതികൾക്കെതിരെ പോരാടുവാൻ തൻ്റെ കാണിച്ചു. ഒരു പക്ഷേ പുതു ക്രിസ്ത്യാനികൾ എന്ന സമൂഹം മലങ്കര സഭയിൽ ഇന്നുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനമിട്ടത് പരിശുദ്ധനായ പരിമള തിരുമേനിയാണ്. സാമൂഹിക പ്രവർത്തനത്തിലൂടെ സുവിശേഷ പ്രചരണം സാധ്യമാകുമെന്നും അതിലൂടെ ദൈവരാജ്യം സ്ഥാപിതമാകുമെന്നും ഈ യോഗി തിരിച്ചറിഞ്ഞു.
എന്നാൽ വിജാതീയത സഭയിലേക്ക് കൊണ്ടുവരുന്നതിൽ യാഥാസ്ഥിതികരായ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അയിത്തവും ജാതീയ ചിന്തകളും ക്രിസ്തീയ ദർശനത്തിന് എതിരാണെന്ന ചിന്തകളെ ഉൾക്കൊള്ളുവാൻ ഇന്നും സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഓരോ സൃഷ്ടിയും നല്ലതെന്ന് ദൈവം കണ്ടു എന്ന ദൈവവചനത്തിന് അനുരൂപമായി നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരെയും ദൈവസൃഷ്ടികളെ തിരിച്ചറിയുവാൻ പരിശുദ്ധനായ പരിമളത്തിനുവിനിക്ക് കഴിഞ്ഞപ്പോഴാണ് അതൊരു സാമൂഹിക വിപ്ലവമായി മാറ്റപ്പെട്ടത്. തൻ്റെ ജീവിതത്തെ ഒരു ത്യാഗമായി രൂപപ്പെടുത്തുകയും ദൈവത്തിനായി സമർപ്പിക്കുകയും ചെയ്ത പരിശുദ്ധ പരിമളത്തിനുവേനി ആ പുണ്യപിതാവിന്റെ ജീവിതത്തെയും ദർശനത്തെയും നാം അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ആ വിശുദ്ധിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ പെരുന്നാൾ അർത്ഥവത്താകുകയും തിരുമേനിയുടെ ജീവിതത്തിലെ വിശുദ്ധിയും തപോനിഷ്ഠയും പ്രാർത്ഥനാ ജീവിതമാണ് ഇന്ന് അനേകരെ ഈ കബറിലേക്ക് ആകർഷിക്കുന്നത്. ആ പിതാവിന്റെ മധ്യസ്ഥയിൽ നമുക്ക് ലഭിക്കുന്ന ആത്മീയ ശക്തിയും വെളിച്ചവും ജീവിതത്തിന് എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങൾക്കൊട്ടും ഓർമ്മേൽപ്പിക്കാതെ ആ ക്രാന്തകൃഷിയുടെ ആത്മീയ ചൈതന്യം ഇന്നും സമൂഹത്തിൽ പ്രശോഭിക്കുന്നു. ആ മഹാപരിശുദ്ധന്റെ കബറിങ്കൽ കത്തി നിൽക്കുന്ന മെഴുകുതിരിയിലെ ഇത്തിരി വെട്ടം ഈ സംഗമത്തിൽ സംബന്ധിക്കുന്ന ഓരോ മാതാവിൻ്റെയും മനസ്സിലെ അനേകം തമസ്സുകളെ തകർക്കുന്ന വലിയ വെളിച്ചമായി തീരുവാനും ആശ്വാസത്തിന്റെ പൊൻകിരണങ്ങൾ പകർന്നു നൽകുവാനും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഈ പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ 111-ാം ഓർമ്മ നാളിൽ സമ്മേളിക്കുന്ന ഈ സംഗമത്തിൽ സംബന്ധിക്കുന്ന എല്ലാ വനിതകൾക്കും അമ്മമാർക്കും ഇതിൽ സംബന്ധിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനവധമായി ലഭിക്കട്ടെ. പരിശുദ്ധന്റെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയും ആകട്ടെ. ഇപ്രകാരം ഒരു സംഗമം ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയിട്ടുള്ള ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ഇതിന് അനുവാദം വന്ന ഇതിൻ്റെ എല്ലാ ചുമതലക്കാരോടുള്ള പ്രത്യേകമായ നന്ദി പ്രസ്ഥാനത്തിലൂടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ക്ലാസ് ആരംഭിക്കുന്നതുമായിട്ട് ഒരു ചെറിയ ഗാനം ആരംഭിക്കും. അതിനുശേഷം പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രൊഫസർ മേരി മാത്യു ക്ലാസ് നയിക്കുന്നതാണ്. മോക്ഷമേ
ബഹുമാനിയായ പ്രൊഫസർ മേരി മാത്യു ക്ലാസ്സിന് നേതൃത്വം നൽകുക. പിതാവേ, വന്ധ്യരമ്പാച്ച, ആദരണീയരായ കോറബിസ്കോപ്പാച്ചന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും ആദരണീയായ സിസ്റ്റർ, സദസ്സിലും വേദിയിലുമുള്ള മർത്തമറിയ സമാജാംഗങ്ങളെ, ദൈവനാമത്തിൽ ഏവർക്കും വന്ദനം. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ പുറകിൽ നിൽക്കുന്നവർക്ക് താഴെ ഇരിക്കുവാൻ പ്രയാസമില്ലെങ്കിൽ കുറച്ചു പേർക്കും കൂടി മുൻവശത്ത് ഇരിക്കുവാൻ സൗകര്യമുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് വാസ്തവത്തിൽ പ്രയാസമുണ്ട്, ഇരിക്കാൻ എല്ലാവർക്കും സൗകര്യമില്ലല്ലോ എന്നോർത്ത്. മലങ്കര സഭയിലെ പുണ്യപിതാക്കന്മാരുടെ പ്രാർത്ഥന കൊണ്ടും പാദസ്പർശം കൊണ്ടും പുണ്യപൂരിതമായ പരിമലയുടെ മണ്ണിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ 111 ഓർമ്മ പെരുന്നാളിനോട് ചേർന്ന് മർത്തമറിയ സമാജാംഗങ്ങൾക്ക് ഒരുമിച്ച് ഈ ധന്യമായ ചാപ്പലിൽ കടന്നു വരുവാനും ധ്യാനിക്കുവാനും ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് ഇവിടെ ആയിരിക്കുകയും ചെയ്യാം. ഈ നല്ല അവസരം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുവാനും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഇടവകയുമായുള്ള ബന്ധത്തിലും മർത്തമറിയ സമാജം എന്ന പ്രസ്ഥാനത്തിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് അനുകൂലമായിട്ട് ഉള്ളതാണോ എന്ന് അല്പസമയം ചിന്തിക്കുവാനുള്ള നല്ല ഒരു അവസരമാണ്. അതിന് പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം അമ്മമാരെന്നുള്ള നിലയിൽ നമുക്ക് അല്പമൊന്ന് പുനരാലോചനയ്ക്ക് വിധേയമാക്കാം. പരിശുദ്ധ പരിമല തിരുമേനിയെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നുവെന്ന് നിരവധി പുസ്തകങ്ങൾ വായിച്ചു നോക്കിയിട്ടും പരിശുദ്ധ പിതാവിൻ്റെ അനേകം കൽപ്പനകൾ രാത്രിയാമങ്ങളിൽ ഇരുന്ന് വായിച്ചിട്ടും മനസ്സിലാക്കുവാൻ സാധിച്ചത് പരിശുദ്ധ പിതാവിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അയൽക്കാരും ബന്ധുമിത്രാദികളും അടങ്ങുന്ന ഒരു വലിയ സമൂഹം. 2, അയ്യാഗുരുവിൽ നിന്ന് തുടങ്ങി മാളിയാശാനിലൂടെ പിതൃ സഹോദരനായ ഗീവർഗീസ് റമ്പാനിൽ നിന്ന് അദ്ദേഹം വസൂരി രോഗം ബാധിച്ച് മരിച്ച സമയത്ത് കോനാട്ട് മൽപ്പാലച്ചന്റെ സമീപത്തിരുന്ന് പാമ്പാക്കുടയിലിരുന്ന് പഠിച്ച് പിന്നീട് പരിമല വെട്ടിക്കൽ ഡേറായി ഇരുന്ന കാലത്ത് പ്രകൃതിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം. 1, കുടുംബം അദ്ദേഹത്തിന് നൽകിയ ആധ്യാത്മിക ശിക്ഷണം. 2, ഗുരുക്കന്മാർ അദ്ദേഹത്തിന് നൽകിയ ദിവ്യ വെളിച്ചം. അവിടെ അക്ഷരം പഠിപ്പിച്ചവരുണ്ട്, അവിടെ സഭയുടെ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിച്ചവരുണ്ട്, സുറിയാനി ഭാഷ പഠിപ്പിച്ച അധ്യാപകരുണ്ട്, സുറിയാനി സംഗീതം പഠിപ്പിച്ചവരുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഗുരുക്കന്മാർ എത്ര ശക്തമായ പ്രതീകങ്ങളായി നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം അദ്ദേഹം പരിശുദ്ധ പിതാവ് വെട്ടിക്കൽ ഡേറായിൽ കഴിഞ്ഞ 3ാമത്തെ കാലഘട്ടം പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ട്, പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് പരിശുദ്ധ പിതാവ് ശ്രമിച്ചു. അതിഭക്ഷണവും സുഖഭക്ഷണവും വെടിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ആ വെട്ടിക്കൽ ഡേറായിലെ പരിശുദ്ധ പിതാവിന്റെ ജീവിതം നാം പഠിക്കുകയാണെങ്കിൽ അതിഭക്ഷണവും സുഖഭക്ഷണവും വെടിഞ്ഞ് വൃഥാ സംസാരങ്ങളെ അതിജീവിച്ച് നോയമ്പ്, നമസ്കാരം, കുമ്പിടി, സങ്കീർത്തനങ്ങൾ ചൊല്ലി വേദപുസ്തകം ധ്യാനിച്ച് വെട്ടിക്കൽ ഡേറായിലെ ശാന്ത സുന്ദരമായ സ്ഥലത്തിരുന്നു കൊണ്ട് ദൈവീക സംസർഗത്തിൽ 20നും 29നും ഇടയിൽ ഈ വലിയ വൈദികൻ കാലം കഴിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ലോകപ്രലോഭനങ്ങൾ പിടിച്ചുലയ്ക്കുന്ന യൗവനകാലത്ത് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരുന്ന വെട്ടിക്കൽ ഡേറായിൽ ധ്യാന നിമഗ്നനായിരുന്ന ഈ വലിയ പിതാവിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും പഠിക്കുവാനായിട്ടും സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രത്തോളം ദൈവസന്നിധിയിൽ ധ്യാനത്തിൽ ഇരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്? ആത്മശരീര
മനസ്സുകളെ അടക്കിക്കൊണ്ട് എത്ര സമയം രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ ഗൃഹഭരണത്തിന്റെ എല്ലാ ചുമതലകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്വയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന ഒരാത്മപരിശോധന നടത്തുവാനുള്ള ഒരു നല്ല അവസരമാണിത്. അവിടെ 3 കാര്യങ്ങൾ പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ലൗകിക മോഹങ്ങളെ അതിജീവിക്കണം, വൃഥാ സംസാരങ്ങളെ അതിജീവിക്കണം, സങ്കീർത്തനങ്ങളും തിരുവചനങ്ങളും ധ്യാനിച്ച് ചൊല്ലി നൊയമ്പിലും നമസ്കാരത്തിലും കുമ്പിടിലും ജാഗരണത്തിന്റെ കാലങ്ങളും ദിവസങ്ങളും യാമങ്ങളും എത്രത്തോളം ശക്തി നൽകുമെന്ന് ആ പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുക തന്നെ ചെയ്തു. പിന്നീട് 29ാമത്തെ വയസ്സിലാണ് മെത്രാപ്പോലിത്തയാകുന്നത്. മെത്രാപ്പോലിത്തയായതിനു ശേഷം നേരെ വെട്ടിക്കൽ ദേറായിലേക്ക് പോയി 40 പകൽക്കാലവും 40 രാത്രിയും വെട്ടിക്കൽ ദേറായി ഉപവാസത്തോടെ പ്രാർത്ഥിച്ച പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മലങ്കരയുടെ മക്കൾക്ക് എന്നും വിശുദ്ധിയുടെ വെളിച്ചമായി ആ പിതാവ് നിലകൊള്ളുമെന്നതിന് സംശയമില്ല. അവിടെ നിന്ന് ഈ പരമ്പരയുടെ അഴിപ്പുരയിൽ താമസിച്ചുകൊണ്ട് പഠിത്ത വീടിലും ധാരാളം വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ചെയ്ത ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ശ്രദ്ധിക്കാം. നിരണം, കൊല്ലം, ചെങ്ങന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ പള്ളികൾ നിരന്തരമായി സന്ദർശിച്ചു. മറ്റു പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തതായിട്ടും ഇടവകകൾ സന്ദർശിച്ചതായിട്ടും ഉണ്ടെങ്കിലും നിരണവും പ്രധാനമായിട്ടും കൊല്ലം, തുമ്പമൺ ഈ 3 പ്രദേശങ്ങളിലുള്ള നിരവധി പള്ളികൾ സന്ദർശിക്കുകയും പ്രാർത്ഥനാ നിമഗ്നനായിരിക്കുകയും ചെയ്തു. 2, കേരളത്തിൽ മാത്രമല്ല ബാഹ്യ കേരളത്തിൽ പ്രത്യേകിച്ചും ഗോവ, തെക്കൻ കാനറ, സിലോൺ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മെത്രാപ്പൊലിത്തമാരെ, വൈദികരെ മാത്രമല്ല തിരുമേനിമാരെ കൂടി അദ്ദേഹം ഒരുക്കിയെടുത്തു എന്നുള്ളത് പ്രത്യേകം നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. മലങ്കര സഭയുടെ പേജുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അൽവാരീസ് എന്ന് പറയുന്ന വൈദികനെ കുറിച്ച്, അഭിവന്ദ്യ യൂലിയോസ് തിരുമേനിയെ കുറിച്ച് നമ്മൾ വായിക്കും. ഈ അൽവാരീസ് എന്ന വൈദികനെ അഭിവന്ദ്യ യൂലിയോസ് തിരുമേനിയായിട്ട് ഗോവയ്ക്കും തെക്കൻ കാനറയ്ക്കും ഒക്കെ ഒരുക്കിയെടുത്തത് പരിശുദ്ധ തിരുമേനിയുടെ വലിയ ഒരു കാഴ്ചപ്പാടും ദർശനവും ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഫാദർ റെനി വെലത്തി എന്ന് പറയുന്ന ആ വൈദികനെ അഭിവന്ദ്യ തിമോത്തിയോസ് തിരുമേനിയായിട്ട് അമേരിക്കയിലുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാനും പരിശുദ്ധ പിതാവ് ശ്രമിച്ചു. ആ സമയത്താണ് സിലോണിൽ വെച്ച് ഈ ചടങ്ങുകൾ നടന്നപ്പോഴാണ് പരിശുദ്ധ പിതാവിന് കമാൻഡർ ഓഫ് ദ ക്രൗൺ ഓഫ് തോൺസ് എന്ന് പറയുന്ന പദവി അവിടെ വെച്ച് ലഭിച്ചതായിട്ട് നമുക്ക് വായിക്കുന്നതിന് സാധിക്കും. മൂന്നാമതായിട്ട് 1895 മകരം 16-ാം തീയതി മുതൽ 1895 മേടമാസം 11-ാം തീയതി വരെ പരിശുദ്ധ പിതാവ് നടത്തിയ ഊർസ്ലേം യാത്ര. പല കോൺട്രവേഴ്സീസ് ഇന്ന് ഊർസ്ലേം യാത്രയെ കുറിച്ചുണ്ട്. പോകണമോ? ഈ പോകാൻ ചെലവിടുന്ന പണം ദരിദ്രർക്ക് കൊടുത്തുകൂടെ? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തുകൂടെ? ഇത്യാദി ധാരാളം കോൺട്രവേഴ്സീസ് നടക്കുകയും പല പേജുകളിൽ അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഊർസ്ലേം യാത്രാ വിവരണം മലയാളത്തിന്റെ സമ്പന്നമായ സഞ്ചാര സാഹിത്യ വിവരണമാണെന്ന് പറയാതെ നിവർത്തിയില്ല. കർത്താവിന്റെ ഖബറിടത്തിൽ നെഞ്ചുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവിന്റെ ചരിത്രം, പരിശുദ്ധ പിതാവിന്റെ മുഖം, ആ കൽപ്പനകളും പുസ്തകങ്ങളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മലങ്കരയുടെ പ്രിയ മക്കളെ, കഴിയുന്നിടത്തോളം പേർ കർത്താവിന്റെ ഖബറിങ്കൽ പോയി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ പിതാവ് നമ്മെ ആഹ്വാനം ചെയ്യും. എവിടെ ഇരുന്നാലും ദൈവസാന്നിധ്യം നമുക്ക് രുചിച്ചറിയാം. പക്ഷേ ഊർസ്ലേം യാത്രയിൽ ഒരു തീർത്ഥാടകനായി, ഒരു സഞ്ചാരിയായിട്ടല്ല, ഒരു തീർത്ഥാടകനായി കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്നെത്തിയ പരിശുദ്ധ പിതാവ് മലങ്കരയുടെ കാവൽ വിളക്കായിട്ട് തന്നെ ഇന്നും എന്നും നിലകൊള്ളുമെന്നതിന് സംശയമില്ല. നാലാമതായി ആത്മനാഥനായ യേശുവിന്റെ ജീവിത വിശുദ്ധിയും സ്നേഹവും ത്യാഗവും ഇത് സമൂഹത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചു. അശരണരായിട്ടുള്ള ആളുകളെ, പാർശ്വവത്കരിക്കപ്പെട്ടവരെ, നിരാശ്രയരായിട്ടുള്ള ആളുകളെ, ജാതിയിൽ താഴെ നിന്നവരെ ഒക്കെയും ദിവ്യ വെളിച്ചം കൊണ്ട് പരിപോഷിപ്പിക്കുവാൻ ശ്രമിച്ച സാമൂഹിക നവോത്ഥാന നായകനായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി.
ഇടവകകളിൽ ഒതുങ്ങി നിൽക്കാതെ, ഒരു സഭയുടെ ചെറിയ ജോലികളിൽ ഒതുങ്ങി നിൽക്കാതെ, സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക നവോത്ഥാന നായകനെന്ന് പരിശുദ്ധ പിതാവിനെ കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. അഞ്ചാമതായി, കുന്നംകുളം, മുളന്തുരുത്തി, നിരണം, തുമ്പമൺ, തിരുവല്ല തുടങ്ങിയ അനേകം സ്ഥലങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിച്ചു. വിദ്യ നിഷേധിച്ചിരുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ വളർച്ചയും പുരോഗമനവും ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് ശ്രമിച്ചു എന്നുള്ളത് അക്കാലത്തെ ചരിത്രഗതി വെച്ച് നോക്കുമ്പോൾ അത്ര നിസ്സാരമായ കാര്യമല്ല. ജീവിത ദർശനവും ദീർഘവീക്ഷണവും പരിശുദ്ധ പിതാവ് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പുലർത്തി അനേകായിരം ആളുകൾക്ക് വിദ്യ നൽകുന്നതിന് വേണ്ടി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാനികേതനങ്ങൾ ഉപകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അസ്വസ്ഥതകൾ പലയിടത്തും അന്നുണ്ടായിരുന്നു. വേദവിപരീത ശക്തികൾ പലയിടത്തും വന്ന് ഉല്ലസിച്ചിരുന്ന കാലഘട്ടത്തിൽ നിരവധി ദേവാലയങ്ങൾ സന്ദർശിച്ച് ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെയും കാനോനിക തത്വങ്ങളുടെയും വിലപിടിച്ച സന്ദേശങ്ങൾ നിരവധി ദേവാലയങ്ങളിൽ രോഗത്തെ, ശാരീരിക ക്ലേശങ്ങളെ, ദേഹാസ്വാസ്ഥ്യത്തെ പരിഗണിക്കാതെ ഈ സഭയുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുവാൻ നിരവധി ദേവാലയങ്ങൾ പരിശുദ്ധ പിതാവ് സന്ദർശിച്ച് തൻ്റെ മനസ്സിലുള്ള ആ വലിയ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് അദ്ദേഹം നേതൃത്വം നൽകി. അതോടൊപ്പം തന്നെ തികഞ്ഞ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥനാ മനുഷ്യൻ, പ്രാർത്ഥനയും മനുഷ്യ സ്വഭാവവും നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു മഹാവ്യക്തിത്വം മലങ്കരയുടെ ദിവ്യ വിളക്കായിട്ട് ശോഭിക്കുന്നു. അടുത്തത്, ഒരു നല്ല നേതാവിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അനന്തര തലമുറകൾക്കായിട്ട് ധന്യരായ ആളുകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നാം എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് പിന്നാലെ വരുവാനുള്ള അമ്മമാരായ നമ്മൾക്കറിയാം, മരുമക്കളെ ഒരുക്കിയെടുക്കുമ്പോഴാണ് കുടുംബങ്ങൾ വളരുന്നത്. മക്കളെ ഒരുക്കിയാൽ മാത്രം പോരാ. ഇതുപോലെ ധന്യനായ പിതാവ് ഈ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ധന്യമായ ഒരു നേതൃത്വ നിരയെ ഒരുക്കിയെടുത്തു എന്നുള്ളത് പറയാതെ നിവർത്തിയില്ല. പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയും പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാബ തിരുമേനിയും കോനാട്ട് മാത്തൻ മൽപ്പാനച്ചനും മട്ടക്കൽ അലക്സാന്ദ്രിയോസ് മൽപ്പാനച്ചനും തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ പരിശുദ്ധ പരുമല തിരുമേനിയുടെ പാതാരവിന്ദങ്ങളിൽ നിന്ന് പഠനം നടത്തിയവരാണ്. തനിക്ക് പിന്നാലെ ഒരു വലിയ നിരയെ വളർത്തിയെടുത്ത മഹാഗുരുവായിരുന്നു. ഒരു മഹാഗുരുവിന്റെ ലക്ഷണം തികഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു പരുമല തിരുമേനിയുടെ. നല്ല അജപാലകൻ. പല പ്രശ്നങ്ങളും പലയിടത്തും കൊടുമ്പിരി കൊണ്ടെങ്കിലും ഭയപ്പെടാതെ, പതറാതെ, തളരാതെ ആത്മനാഥനിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റിയെടുത്ത നല്ല അജപാലകനായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മള് സുകുമാർ അഴീക്കോട് സാറ് പറഞ്ഞത് അഭിവന്യ തിരുമേനി ദ്യോതിപ്പിച്ചുവല്ലോ, പരുമലയുടെ മാത്രമല്ല മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിമളമായ തിരുമേനി. തകഴി ശിവശങ്കരപിള്ള സാറ് പറഞ്ഞതുപോലെ മലങ്കരയുടെ പ്രിയങ്കരനായ സിദ്ധൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിളയും റാവുൽ ബഹദൂർ റോയും ചെറിയാനും ഒക്കെ പറഞ്ഞതുപോലെ വിശുദ്ധ യോഗി, മലങ്കര സഭയുടെ വിശുദ്ധ യോഗി. ഈ പിതാവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? സ്നേഹാധികാരമുള്ള സ്വരം. ദൈവം ഏൽപ്പിച്ച സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്നേഹാധികാരമുള്ള സ്വരത്തോടുകൂടി ദൈവത്തിന് വേണ്ടി ജനങ്ങളെ നയിക്കുവാൻ പരിശുദ്ധ പിതാവിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ എടുത്തു പറയത്തക്ക ക്വാളിറ്റിയായിട്ട് കാണാം. നമ്മൾ ഇത്രയും സ്ത്രീകൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധ പിതാവിന്റെ വചനസുധയിൽ നിന്ന് ഒരല്പം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് സമയത്തിനുള്ളിൽ തന്നെ നിർത്താം. പരിശുദ്ധ പിതാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതും പരിശുദ്ധ പിതാവിന്റെ വാക്കുകളിൽ നിന്ന് ഒരല്പം ഞാൻ എൻ്റെ ഡയറിയിൽ ഈ പ്രത്യേക സദസ്സിനും എനിക്കും വേണ്ടി കോറിയിട്ടിട്ടുണ്ട്. ഒന്നാമത്തെ സബ് ഹെഡിങ്, ആത്മജ്ഞാനം. നമ്മൾ പഠിക്കേണ്ടതായ ഒരു വിഷയം. പരിശുദ്ധ പിതാവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ മിടുക്കരാകണ്ട, ഭോഷരാകുകയും അരുത്. നമ്മൾ ആരും മിടുക്കരാകണ്ട, പക്ഷേ ഭോഷരാകരുത്. അമ്മമാരായി, ഗൃഹനായികമാരായി, നല്ല ഭാര്യമാരായി, നല്ല വല്യമ്മച്ചിമാരായി, മത്തമറിയ സമാജ പ്രവർത്തകരായി, സമൂഹത്തിന്റെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് ആരും മിടുക്കരാകണ്ട, മറിച്ച് ഭോഷരാകരുത്. ക്ഷമയാകുന്ന ബലവും ഇഹത്തിലും പരത്തിലും മാനവും
സജ്ജനങ്ങളുടെ ലക്ഷണം അതാകുന്നു. നല്ല മനുഷ്യരുടെ ലക്ഷണത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് നമ്മളെ പഠിപ്പിച്ചു. ക്ഷമയാകുന്ന ബലം. വിമർശനങ്ങളും പ്രതിസന്ധികളും രൂക്ഷവാക്കുകളും വരുമ്പോൾ ക്ഷമയാകുന്ന ബലം ഈ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് നാം ഇവിടെ നിന്ന് ആർജിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഇഹത്തിലും പരത്തിലും മാനം. ഇവിടെ മാത്രമല്ല മാനം വേണ്ടത്, കർത്താവിന്റെ സന്നിധിയിൽ മാനമുള്ളവരായി തീരുന്നതിന് മക്കൾ തലമുറകൾ എഴുന്നേറ്റ് ഭാഗ്യവതി എന്ന് നമ്മെ കുറിച്ച് പറയുന്നതിന് ഈ മധ്യസ്ഥനോട് നമുക്ക് അഭയപ്പെടാം. വലിയവൻ ചെറിയവൻ, ചെറിയവൻ വലിയവൻ, ഏവൻ തന്നെത്താൻ അറിയണം. നമ്മളിൽ ആരും വലിയവരില്ല, നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിച്ചു. ബലം അറിഞ്ഞ് നടക്കണം, ബുദ്ധി പഠിക്കണം, ബുദ്ധിമാനെന്ന് പഠിക്കരുത്. ദൈവമേ, എത്ര മനോഹരമായ വരികളാണ് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ബലം അറിഞ്ഞ് നടക്കണം, ബുദ്ധി പഠിക്കണം, ബുദ്ധിമാനെന്ന് പഠിക്കരുത്. വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞത് കൂടെ പറയട്ടെ. മക്കൾക്ക് വിദ്യ ഉണ്ടാക്കി കൊടുക്കുമെങ്കിൽ അത് മതി. പക്ഷെ ഇന്നത്തെ ഡിഗ്രികളെ കുറിച്ചല്ല പരിശുദ്ധ പിതാവ് യോജിപ്പിച്ചിരിക്കുന്നത്. സകലത്തിലും സകല പ്രവൃത്തിയിലും നന്മ മാത്രം വിചാരിക്കാം. മക്കളോടും അത് തന്നെ ഗുണദോഷിച്ച് പഠിപ്പിക്കുക. നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന സ്ത്രീകളാകുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സ്ത്രീകളാകുക, സത്യവും നീതിയും നന്മയും തലമുറകൾക്ക് കൈമാറുന്ന സ്ത്രീകളായി തീരുവാൻ പരിശുദ്ധ പിതാവ് നമ്മളോട് ആഗ്രഹിക്കുന്നു. നമ്മിൽ നിന്ന് പരിശുദ്ധ പിതാവ് അതെപ്പോഴും ആഗ്രഹിക്കുന്നു. നമുക്ക് തിരിച്ചു കൊടുത്തേ മതിയാവുകയും. ഇനിയും താഴ്മയെ കുറിച്ച്, ആത്മജ്ഞാനം, വിദ്യാഭ്യാസം, താഴ്മ. മറ്റുള്ളവരെക്കാൾ വലിയവനെന്ന് ഓർക്കരുത്. എത്ര മനോഹരമായ വരിയാണ്. മറ്റുള്ളവരെക്കാൾ വലിയവനെന്ന് ഓർക്കരുത്. ഏത് ദരിദ്രനായാലും തങ്ങളെക്കാൾ അവൻ വലിയവനെന്ന് ഓർക്കുക. ഈ ഓർമ്മ വെച്ചുകൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കുകയും ആരെയും നിന്ദിക്കാതിരിക്കുകയും ചെയ്യുക. ഇന്ന് ലോണൊക്കെ എടുത്ത് തകർന്നു പോകുന്ന ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു, കടം വാങ്ങിപ്പാൻ മടിപ്പി, വാങ്ങിച്ചു പോയാൽ അത് വീടുന്നത് വരെ ഉറങ്ങാതെ ജാഗരണപ്പെട്ടുകൊണ്ടിരിക്കും. വാങ്ങിച്ചാൽ അത് എങ്ങനെയെങ്കിലും വീട്ടുവാൻ തക്കതിന് വിധം എപ്പോഴും അലർട്ടായിട്ട് വിജിലൻ്റായിട്ട് ഇരിക്കുക. മരണം എല്ലാവർക്കും വാതുക്കൽ തന്നെ നിൽക്കുന്നു എന്ന് ഓർത്തുകൊള്ളണം. നമ്മെ താഴാഴ്മപ്പെടുത്തുവാൻ, നമ്മെ ആത്മവിചിന്തനത്തിന് വിധേയരാക്കുവാൻ, നമ്മെ കുറെ കൂടെ ദൈവാത്മാവിൽ എരിവുള്ളവരാക്കുവാൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. തൊട്ടടുത്ത് മരണം നിൽക്കുന്നു, അതെപ്പോഴും നമ്മൾ ഓർത്തുകൊള്ളണം. വൃദ്ധരെ പോഷിപ്പിക്കുന്നതും അവരെ സന്തോഷിപ്പിക്കുന്നതും നമുക്ക് വലിയ നിക്ഷേപമാകുന്നു. ഞാനതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരട്ടെ. ഉത്തിഷ്ഠത, ജാഗ്രത. നിങ്ങൾ സദാ നേരവും വേദവ്യാഖ്യാനങ്ങൾ വായിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരായ ഞങ്ങൾ നിങ്ങളുടെ നിമിത്തം ദൈവത്തിൻ്റെ സന്നിധിയിലും മനുഷ്യരുടെ മുൻപാകെയും ബഹുമാനവും യശസ്സും വർദ്ധിപ്പിക്കുവാനായി നിങ്ങൾ നല്ലവണ്ണം നടക്കണം. നമ്മുടെ ആത്മീയ പിതാക്കന്മാരുടെ യശസ് നമ്മുടെ ജീവിതത്തിലാണ്. നമ്മുടെ കുടുംബത്തിന്റെ യശസ് നമ്മുടെ ജീവിതത്തിലാണ്. നമ്മുടെ തലമുറകളുടെ യശസ്സും അമ്മമാരുടെ ജീവിതത്തിലാണ്. സ്ത്രീകളുടെ റോള് നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സകല നടത്തങ്ങളിലും അനുസരണത്തെ പ്രാപിക്കുക. തിരിച്ചറിഞ്ഞ് നന്മയെ സ്നേഹിക്കുക, തിന്മയെ തള്ളിക്കളയുക. മടി ദൂരെ എറിഞ്ഞു കളഞ്ഞ് രാവിലും പകലിലും നല്ല വേലകൾക്കായി ഉത്സാഹിക്കുക. അവസാനമായി ഒരു വരി കൂടെ പറയട്ടെ. പരിശുദ്ധ പിതാവ് എഴുതിയിരിക്കുകയാണ്, ഉറക്കത്തിൽ നിന്നും മൗനത്തിൽ നിന്നും ഉണരപ്പെടുക. ഉറക്കത്തിൽ നിന്നും മൗനത്തിൽ നിന്നും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുവാനും പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിക്കുവാനും സ്ത്രീകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അത് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് മറ്റാർക്കും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലായിരിക്കണം. ദൈവവേലയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഉറക്കത്തിൽ നിന്നും മൗനത്തിൽ നിന്നും ഉണരപ്പെടുവാനായിട്ട് പരിശുദ്ധ പിതാവ് നമ്മെ ആഹ്വാനം ചെയ്യും. ഞാൻ അവസാന ഭാഗത്തേക്ക് കടക്കട്ടെ. കർത്താവിന് വേണ്ടി, കർത്താവിനോട് ചേർന്ന് നിന്ന് വേല ചെയ്ത പരിശുദ്ധ പിതാവെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ.
കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്ത പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച്, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച്, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥത അണയ്ക്കണം. അവിടുന്ന് എത്രമാത്രം കഷ്ടതകൾ സഹിച്ചു. അല്പം കഷ്ടതകൾ ജീവിതത്തിൽ വരുമ്പോൾ ഞങ്ങൾ വല്ലാതെ പരിഭവിക്കുന്നു. കഷ്ടതകൾ കർത്താവിനോട് ചേർന്ന് നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി കർത്താവിനോട് ചേരുവാൻ തക്കതിൻ വിധം തിരുവചന ധ്യാനത്തിൽ ഞങ്ങളെ ഒരുക്കണമേ. സമയം, ലഭിക്കുന്ന സമയം, ലഭിക്കുന്ന ആയുസ്, ലഭിക്കുന്ന സന്ദർഭങ്ങൾ, ലഭിക്കുന്ന നല്ല ഒരുമിച്ച് വരലുകൾ, കൂടി വരവുകൾ എല്ലാം ദൈവിക സംസർഗത്തിൽ നടത്തുവാനായിട്ട് സഹായിക്കണമേ. പരിശുദ്ധ പിതാവിനെ പോലെ കൃപാവരങ്ങളിലും പുണ്യത്തിലും സമ്പന്നരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൃപാവരങ്ങളിലും പുണ്യത്തിലും സമ്പന്നരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവേ, അവിടുന്ന് കർത്താവിനോട് എളിമയിൽ ജീവിച്ചു. ഞങ്ങളെ അത് പഠിപ്പിക്കണമേ. പിതാവിനോട് അവിടുന്ന് അനുസരണത്തിൽ ജീവിച്ചു. ഞങ്ങളെ അത് പഠിപ്പിക്കണമേ. സ്നേഹവും ക്ഷമയും അങ്ങ് ജീവിച്ച് കാണിച്ചു തന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലേക്കും അവിടുത്തെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിക്കണമേ. ആത്മീയമായി അവിടുന്ന് ദിനം തോറും പുരോഗമിച്ചു. ദൈവമേ, വാർദ്ധക്യത്തിലേക്ക് അടുത്തു വരുന്ന ഞങ്ങളെ ആത്മീയമായി പുരോഗമിക്കുവാൻ അവിടുന്ന് ഇടയാക്കി തരണമേ. പ്രാർത്ഥനയിൽ തീഷ്ണതയുള്ളവരായി ദുരാത്മാക്കളുടെയും ദുരാശകളുടെയും നിഗ്രഹിച്ച് ഭരിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാൻ, കുടുംബത്തിലായാലും എവിടെയായിരുന്നാലും ശുശ്രൂഷിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ ബലപ്പെടുത്തൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുന്നതിന് ആത്മശരീര മനസ്സുകളെ ഏകാഗ്രമാക്കി ധ്യാന മനനാദികളിലൂടെ തപസ്സിനെ ധന്യമാക്കി തപോനിധിയായ പുണ്യവാന്റെ കബറെങ്കിലും പരിശുദ്ധ ദേവാലയത്തിൽ നിന്ന് അനുഗ്രഹങ്ങളോടെ ആശ്വാസത്തോടെ സംതൃപ്തരായി മടങ്ങുന്നതിന് കർത്താവിൻ്റെ പ്രിയപുത്രനായ പരിമല തിരുമേനിയുടെ അനുഗ്രഹം സദാ നമ്മളോടൊപ്പവും പ്രസ്ഥാനത്തോടൊപ്പവും ദൈവമാക്കിയിരിക്കുന്ന ഇടവകകളോടും കുടുംബങ്ങളോടും പരിശുദ്ധ സഭയോടുമൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുന്നതിനായിട്ട് കണ്ണുനീരിൻ്റെ തോരാമഴയുള്ള പ്രാർത്ഥനകൾ നമുക്ക് ദൈവസന്നിധിയിൽ പൊഴിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. 2 അനൗൺസ്മെൻറ്റ്സ് കൂടി മത്തമറി സമാജത്തിന് വേണ്ടിയുണ്ട്. ഒന്ന്, നമ്മുടെ വനിതാ ദീപ്തി എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് ത്രൈമാസികയാണ്. ചില ആളുകൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അഭിവന്ദ്യ ദേവോദോറോസ് തിരുമേനി പറഞ്ഞിരിക്കുന്നത്, ഒരിടവകയിൽ നിന്ന് കുറഞ്ഞത് 10 പേരെങ്കിലും അതിൻ്റെ വരിസംഖ്യ എടുക്കാം. അതിൽ കൂടുതൽ പേർക്ക് എടുക്കാം. ആ വരിസംഖ്യ എടുത്ത് വനിതാ ദീപ്തിയിൽ നല്ല ഭദ്രാസന മീറ്റിങ്ങുകളുടെ ചിത്രങ്ങളൊക്കെ തരികയും അതേപോലെ അറിയിപ്പുകൾ നൽകുകയും നല്ല സന്ദേശങ്ങളും ലേഖനങ്ങളും കവിതകളും ഒക്കെ എഴുതി തരികയും ഒക്കെ ചെയ്യണം. ഈ ചടങ്ങ് അതീവ ധന്യമായിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രേരകവും പ്രചോദനവുമായ അഭിവന്ദ്യ ഡോക്ടർ സക്രിയാസ് മാർ തെയോഫിലോസ് തിരുമേനി ദൈവത്തിൻ്റെ അതിരറ്റ കരുണയാൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. ദൈവത്തിന് 1000 സ്തുതി. എല്ലാവർക്കും അവിടെ ഈ 111ാമത് ഓർമ്മ പെരുന്നാൾ, പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 10-12 വർഷക്കാലം മർത്തമറി സമാജ അംഗങ്ങൾക്ക് ഇതുപോലെ സംഗമിക്കുവാൻ ഈ പരിമലയുടെ മണ്ണിൽ ഒരുപക്ഷെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടായി. എങ്കിലും വീണ്ടും ഈ 111ാമത് ഓർമ്മ പെരുന്നാളിൽ മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന നമുക്കേവർക്കും ഇവിടെ സമ്മേളിക്കാൻ സാധിച്ചത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു.
പ്രത്യേകിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി വളരെ സ്തുത്യർഹമായ സേവനം നിർവഹിച്ച നമ്മുടെ അഭിമന്യനായ തെയോഫിലസ് തിരുമേനി, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മുടെ ഏവരുടെയും പ്രാർത്ഥന അഭിമന്യ തിരുമേനിയുടെ രോഗസൗഖ്യത്തിന് നിദാനമായി എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ഇത്രമാത്രം ആരോഗ്യവാനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുവാനും നമ്മെ അഭിസംബോധന ചെയ്യാൻ ഒരുപക്ഷെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അതിഥി എന്ന് പറയുന്നത് സ്ഥിതി നോക്കാതെ കടന്നു വരുവാൻ, ക്ഷണം സ്വീകരിക്കാതെ കടന്നു വരുന്നവരാണ് അതിഥി. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സംഗമത്തിലെ അതിഥി എന്ന് പറയുന്നത് അഭിമന്യനായ തെയോഫിലസ് തിരുമേനി തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. ആരോഗ്യവാനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന അഭിമന്യ തിരുമേനിക്ക് ഇനിയും നമ്മുടെ പ്രാർത്ഥന ധാരാളമായിട്ട് ആവശ്യമുണ്ട്. പ്രാർത്ഥിക്കുക. നമ്മുടെ സഭയിൽ എല്ലാ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കും വലിയ നേതൃത്വം കൊടുക്കാൻ തക്കവണ്ണം അഭിമന്യനായ തിരുമേനിയെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് നമുക്ക് മുട്ടിപ്പായിട്ട് ഈ മണ്ണിൽ നിന്നുകൊണ്ട് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകട്ടെ. അഭിമന്യ തിരുമേനിക്ക് എല്ലാ ആശംസ നേതൃത്വം ഈ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അഭിമന്യനായ തിരുമനസ് കൊണ്ട് അല്പസമയം നമ്മൾ സംസാരിക്കും. അതിനുശേഷം ഒരു വാക്കാശംസ നമ്മുടെ PS ശോഭന കോറെപ്പിസ്കോപ്പായി നൽകി നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനം സമാപിക്കുന്നതാണ്. അഭിമന്യനായ തെയോഫിലസ് തിരുമേനി ഇപ്പോൾ നമ്മോട് സംസാരിക്കും. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ നിക്കോദിമോസ് തിരുമേനി, ബഹുമാനപ്പെട്ട PS ശോഭന കോറെപ്പിസ്കോപ്പാച്ചൻ, വലിയ ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, മോംസിൻ്റെ തേജസ്സും ഓജസ്സുമായിരിക്കുന്ന എപ്പപ്പെട്ടവരുമേ, വല്ലപ്പോഴേക്കും മോംസ് എന്നുള്ള പേര് കേട്ടവരൊക്കെ ഞാൻ പോയതോടുകൂടി മോംസും പോയത്. പക്ഷേ നവജ്യോതി ഉള്ളിടത്തോളം കാലം മോംസ് പോയത് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഏതായാലും മറ്റു പരിപാടികളുണ്ടായിരുന്നെങ്കിലും കോട്ടയത്തെ ഹർത്താലായതുകൊണ്ടാണ് കോട്ടയത്തെ പരിപാടി ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ കൂടെ അല്പസമയം ചിലവഴിക്കുവാനായിട്ട് സാധിച്ചത്. ഞാൻ ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞപ്പോൾ മുതൽ പ്രാർത്ഥിച്ച അനേകരുണ്ട്. പ്രത്യേകിച്ച് ഓഫീസിലെ മോളി എല്ലാവരെയും വിളിച്ച് അറിയിക്കുകയുണ്ടായി. മോൾക്കില്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥിക്കാനുള്ള ഗുണം രോഗിക്ക് പറയുന്ന ഇൽനെസ് എന്ന് പറയും, രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേര് ഇൽനെസ്. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ I മാറി WE വന്നു. അതിൻ്റെ പേരാണ് വെൽനെസ്. ഇൽനെസ്സിനെ വെൽനെസ് ആക്കുവാൻ പ്രാർത്ഥിച്ച എല്ലാവരോടും, തുടർന്നും നിങ്ങൾ എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ഒരു സെക്കൻഡേലും ഉണ്ടെങ്കിൽ രോഗികൾക്ക് ആശ്വാസമാണ്, നിങ്ങൾക്കൊരു സന്തോഷമാണ് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഈ അനുഗ്രഹം ലഭിച്ചു എന്നുള്ളത്. സാധാരണ ക്യാൻസർ രോഗം ഒരാൾക്കൊരു രോഗമേ വരുത്തും. പക്ഷെ എനിക്ക് ദൈവം 2 രോഗം തന്നു. ഇരട്ടി റിവാർഡ്. ഒന്ന്, നട്ടലിനടുത്തുള്ള L3 എന്ന് പറയുന്നിടത്ത് ഒരു ചെറിയ ക്യാൻസറിൻ്റെ സെല്ലുണ്ട്. നോക്കിയപ്പോൾ സോളിറ്ററി പ്ലാസ്മ സൈറ്റോമ എന്ന് പറയുന്ന ഈ നമ്മുടെ പേരൊക്കെയാണ് അറിയത്തില്ലെങ്കിലും റേഡിയേഷൻ കൊണ്ട് പൂർണ്ണമായി സൗഖ്യമാക്കപ്പെടുന്ന ഒന്നാണ്. എനിക്ക് പറ്റിയൊരു കുഴപ്പം, അമേരിക്കയിൽ വെച്ച് പാലിയേറ്റീവായിട്ടൊരു 20 ഗ്രേ തന്നു, ബോംബെ വെച്ച് ഒരു 20 തന്നു. രണ്ടും കൂടെ ചേർന്ന് 40 കൊണ്ട് പൂർണ്ണമാകാനാണ്. ടൈം ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇച്ചിരൂടെ മാറാനായിട്ട്, കാരണം ഇച്ചിരൂടെ നിങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥന റേഡിയേഷനേക്കാളും പ്രയോജനമുള്ളതാണ്. 2, പ്രായമായ പുരുഷന്മാർക്ക് വരുന്ന രസമാണ് പ്രോസ്റ്റേറ്റ്. അതിൽ ക്യാൻസറസ് ആകാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ജനുവരിയിൽ തുടങ്ങാനിരിക്കുന്നുള്ളൂ. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുക,
പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹമുണ്ട്. ഒരു കാര്യം ഓർപ്പിക്കുന്നത്, കേരളത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. ഇത് കണ്ടുകൊണ്ട് 80കളിൽ തിരുവനന്തപുരത്ത് RCC എടുത്തൊരു തീരുമാനം, ക്യാൻസർ കെയർ ഫോർ ലൈഫ് 100 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്താണ് RCCക്ക് 100 രൂപ സംഭാവന കൊടുക്കുന്നത്. നമ്മളുടെ അസുഖം വന്നാൽ അതിനുള്ള ചികിത്സ മുഴുവൻ ചിലവ് വഹിച്ചൊന്നുണ്ടായിരുന്നു. അത് മാറി 500 രൂപയാക്കിയിട്ടുണ്ട്. ഈ 500 രൂപ തിരുവനന്തപുരത്തുള്ള RCCക്കുള്ള ഒരു ഡൊണേഷനായി കണ്ടുകൊണ്ട് നിങ്ങൾ കൊടുക്കണമെന്ന് ഓർപ്പിക്കും. അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് ക്യാൻസർ വരാൻ ഇടയായാൽ അതുകൊണ്ട് 50,000 രൂപയുടെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതുമായതുകൊണ്ട് ഒന്നായി പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു ഡൊണേഷനായി 500 രൂപയെ കാണുക. അങ്ങനെ ക്യാൻസർ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുവാനായിട്ട് ഇതിൻ്റെ ചെറുതായ ആ സഹകരണം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ്. പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ പുരോഗതിയിൽ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. പുതിയ പ്രസിഡന്റും പുതിയ വൈസ് പ്രസിഡന്റും പൊതുവല്ലെങ്കിലും പഴയതിൻ്റെ ബാക്കിയായിരിക്കുന്നതായ ജനറൽ സെക്രട്ടറിയും മുൻ ജനറൽ സെക്രട്ടറിയും എല്ലാവരുടെയും ഒരു നിര തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, സംരക്ഷിക്കുവാൻ, ആവശ്യമായ പ്രോത്സാഹനം നൽകുവാനുണ്ട്. ഇവരുടേതായ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം സഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ, സഭയ്ക്ക് ആവശ്യമായ ശക്തി കൊടുക്കുന്നതായ വലിയൊരു പ്രസ്ഥാനമായി തീരട്ടെ. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുള്ള നോമ്പനുഷ്ഠാനത്തോടുകൂടി രാവിലെയും വൈകിട്ടുള്ളതായ പ്രാർത്ഥനയോടുകൂടി മോംസ് മലങ്കര സഭയുടെ ശക്തിയായി തീരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നു വരുവാൻ്റെ ഉള്ളതായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്ന ദൈവമായ കർത്താവിനെ എല്ലാവരെയും വാഴ്ത്തി ബഹുമാനായ PS ഷോമൻ ഓർപ്പിസ്കോപ്പാച്ചന് ആശംസ. ദൈവത്തിൻ്റെ സ്തുതി. തിരുമേനിമാരെ, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, ഇവിടെ ഒരു പ്രസംഗം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചല്ലായിരുന്നു. പക്ഷെ അതൊരു അനുഗ്രഹവും സന്തോഷമായി കണക്കാക്കും. അമ്മമാരെ കാണുമ്പോൾ എപ്പോഴും സഭയുടെ കെട്ടുപണിക്കാരെന്നാണ് ഞാൻ അവരെ കേട്ടത്. ഒരു മാതാവ് സഭയുടെ ഒരു കെട്ടുപണിക്കുന്നതാണ്. കാരണം അവരാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ആ കുഞ്ഞുങ്ങളാണ് പിന്നീട് സഭയുടെ നേതാക്കന്മാരായും സഭയിലെ അംഗങ്ങളായും വരുന്നത്. അതുകൊണ്ട് മാതാക്കളെ അത്യധികം ബഹുമാനിക്കുന്നമാരി അല്ല, ആരാധനാ രൂപത്തിൽ അവരോട് പെരുമാറണമെന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പരിമല തിരുമേനിയെ പറ്റി ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് മാതൃലാളനം ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തെ വളർത്തിയത് സഹോദരിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവർ. അതുകൊണ്ട് സഹോദരിമാരും മാതാപിതാക്കളും ദൈവസഭയെ ഉറപ്പാക്കുന്ന ആളുകളാണ്. ഇതിലൊരു മിനിറ്റ് സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നുവെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അമേരിക്കയിലെ സ്ത്രീ സമാജവും വളരെ ഭംഗിയായി നടക്കുന്ന ഒരു സമാജമാണ്. അവിടെ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതല്ലെങ്കിൽ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. പരിമല തിരുമേനിയുടെ ഓർമ്മ നടത്തുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റീമെമ്പറൻസ് എന്നാണ് പറയുന്നത്. നമ്മോടുകൂടി സഹകരിച്ച് നമ്മുടെ ആരാധനകളിലും മറ്റും സംബന്ധിച്ചിരുന്ന ആളുകൾ നാം അവരെ ഓർക്കുമ്പോൾ അവരുടെ സന്നിഹിതരാകുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് പരിമല തിരുമേനിയുടെ സാന്നിധ്യവും പരിമളവാസനയുമുള്ള ഈ അവസരം സ്ത്രീജനങ്ങളുടെ ഒരു സമാജത്തിൽ പ്രസംഗിക്കുന്നത് വളരെ സന്തോഷമാണ്. കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് സഭയ്ക്ക് നൽകുന്ന മാതാക്കളാണ്.
എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. മാതാക്കളോട് നമ്മുടെ നാട് സന്ദർശിക്കുമ്പോൾ അറിയാം, ഇത്രയും വൃത്തികേടായി കിടക്കുന്ന ഒരു നാടില്ല. എറണാകുളത്ത് ഇറങ്ങി എയർപോർട്ടിൽ ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കൂമ്പാര കണക്കിനാണ് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മുടെ റോഡിൻ്റെ സൈഡുകളിൽ ഡംപ് ചെയ്തിരിക്കുന്നത്. അമ്മമാരോട് ഞാനൊരു കാര്യം പറയുകയാണ്, അടുക്കളയിലും വീട്ടിലുമുള്ള വേസ്റ്റ് മെറ്റീരിയൽസ്, നമ്മൾ ഉപേക്ഷിക്കുന്ന സാധനങ്ങൾ ഒന്നുകിൽ കുഴിച്ചിടണം, ദൈവത്തെ ഓർത്ത് അവരുടെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ റോഡിലോ ഇടരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, കുഞ്ഞുങ്ങളെ ശുചിത്വം പഠിപ്പിക്കുകയും വേണം. തിരുമേനി ഇവിടെ പല കാര്യങ്ങൾ പറയും, ഞാൻ അധികം സമയം എടുക്കുന്നില്ല. മാതാക്കൾ ഇവിടെ കൂടി സഭയുടെ പ്രവർത്തനത്തിന് വേണ്ടി അവരെ തന്നെ സമർപ്പിക്കുന്ന ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ കൃപ അവരോടുകൂടെ ഇരിക്കട്ടെ. പരിമല തിരുമേനിയെ പോലെ ഒന്നോ രണ്ടോ സന്താനങ്ങളെങ്കിലും നമ്മുടെ മാതാക്കൾ പുറപ്പെടുവിക്കണമെന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ചുമതലയാണ് പുതിയ പുതിയ പരിമല തിരുമേനിമാരെ സൃഷ്ടിച്ചെടുക്കുക. അവരെ വളർത്തുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തിരുമേനിയെപ്പോലെ വളർന്നു വരണമേ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അഭിവന്യ തിരുമേനിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ പള്ളികളിലും അമേരിക്കയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ ലാസറിനെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. മരിച്ചു എന്ന് ഞങ്ങളെല്ലാം കേട്ടുവെങ്കിലും ദൈവത്തിൻ്റെ കൃപയിൽ അദ്ദേഹത്തിന് പുതിയ ജീവൻ ലഭിച്ചു. ഇത് വലിയൊരു കാര്യമായി ഞാൻ കൂടെ പ്രാർത്ഥന അവിടെ നടത്തുകയുണ്ടായിരുന്നു. അത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിലൂടെ വന്ന് സംബന്ധിക്കുന്നതിനും അദ്ദേഹത്തെ ഇവിടെ കാണുന്നതിനും പുറത്തുനിന്ന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അധികം സമയം ഞാൻ എടുക്കുന്നില്ല. ഈ അവസരത്തിൽ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ശുചിത്വം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ മലിന വസ്തുക്കളെല്ലാം എവിടെയെങ്കിലും കുഴിച്ചിടണം, റോഡിൽ ഡംപ് ചെയ്യരുത്. വീടിന് ചുറ്റും വീടിനകവും വൃത്തിയായി സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയായാൽ ആരോഗ്യം മാത്രമല്ല ദൈവത്തിൻ്റെ കൃപയും നമുക്ക് ലഭിക്കും. ഈ അവസരം തന്നത് ഞാൻ ഭാരവാഹികളോട് കടപ്പെട്ടവനാണ്. അമേരിക്കയിലെ ശ്രീസമ്മാനത്തിൻ്റെ പേരിലും ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആശംസകൾ നേരുന്നു. നമ്മുടെ സമ്മേളനം പരിസമാപ്തിയിലേക്ക് കടന്നു വരുന്നു. വളരെ സന്തോഷം. നമുക്ക് ആദ്യം ഉദ്ദേശിച്ചത് വളരെ ചുരുങ്ങിയ ഒരു സദസ്സിനായതിൽ തന്നെയും ഇത്രയും വലിയ ഒരു സദസ്സ് വളരെ സന്തോഷം ഞങ്ങൾക്കൊക്കെ നൽകുന്നു. കാരണം ചെങ്ങന്നൂർ, മാവേലിക്കര, നിരണം 3 ഭദ്രാസനങ്ങളിൽ നിന്ന് ഈ ഒരു ദിവസം സമ്മേളിക്കുവാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി അവസരത്തിലാണ്. അങ്ങനെയല്ല, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാളിൽ മലങ്കര സഭയുടെ ഏതെല്ലാം ഭാഗത്തുനിന്ന് ആളുകൾക്ക് കടന്നു വരാമോ അവരെല്ലാം സമ്മേളിപ്പിക്കണം എന്നൊരു ചിന്ത ഉരുത്തിരികയും അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന ഈ വലിയൊരു സമ്മേളനം ഒരുപക്ഷെങ്കിൽ പെരുമലയിൽ നടന്ന ഏറ്റവും വലിയൊരു സമ്മേളനമാണ് ഈ മത്തോലി സമാജ വനിതാ സംഗമം എന്ന് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ ഒന്ന് സംസാരിച്ചതുപോലെ നമുക്ക് ചാരിതാർത്ഥ്യം നൽകുന്നു. അതുപോലെ തന്നെ പ്രസ്ഥാനത്തിൻ്റെ മുൻ പ്രസിഡന്റുമാരായ അഭിമന്യ പ്രൊഡ്യൂസ് സിൽവേനിയും അഭിമന്യനായ തെയോഫിലോസ് സിൽവേനിയും ഈ യോഗത്തെ സംബന്ധിച്ചു എന്നുള്ളതും നമുക്ക് വളരെയധികം സന്തോഷത്തിനാണ് നൽകുന്നു. അവരെന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമ്മേളനമാണ്. ഈ സമ്മേളനത്തെ നന്ദി സമർപ്പിക്കുവാൻ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ മോം സെക്രട്ടറി ശ്രീ DC വർഗീസ്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അഭിമന്യ വന്യപിതാക്കന്മാരെ, വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, എല്ലാ വിശിഷ്ട വ്യക്തികളെയും, എൻ്റെ മുന്നിലിരിക്കുന്ന മാതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ ഈ 111ാമത് ഈ പെരുന്നാളിൽ നമ്മുടെ അമ്മമാർക്ക് എല്ലാവർക്കും ഇവിടെ കൂടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരു പ്ലാൻ ക്രമീകരിച്ചതിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഈ പരിപാവനമായ മണ്ണിൽ പല ഭദ്രാസനങ്ങളിലുള്ള നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഇവിടെ നിന്ന് സംഗമിക്കാനും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ പരാതികളും വേദനകളും ഒക്കെ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന
ഒരു പരിശുദ്ധന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ടി മധ്യസ്ഥം അടയ്ക്കുന്ന ആ പരിശുദ്ധന്റെ പാദപീഠത്തിൽ നമുക്കൊന്ന് ചേർന്ന് ഇരിപ്പാൻ്റെ കോണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വളരെയധികം സന്തോഷത്തോടെയാണ് വന്യനായി തിരുമൻസിനെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. സക്രിയ മാത്തയോസ് തിരുമൻസ്. നമുക്കൊക്കെ അറിയാം, എല്ലാ 10 മണിക്കും ഞങ്ങൾ അങ്ങേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ചെയിൻ പ്രയർ ആയിരുന്നത്. പ്രാർത്ഥന കേൾക്കുന്നതിന് സർവശക്തൻ നമ്മുടെ മുൻപിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ടും ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ മർത്തമയ സമാജത്തിന്റെ പേരിലുള്ള എല്ലാ ഹൃദയംഗമായ നന്ദി അങ്ങയുടെ തൃപ്പാദപീഠത്തെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇനിയും അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. അഭിമന്യ പിതാക്കന്മാരുടെ ഗദ്ഗതമാണ് നമ്മളിവിടെ കേട്ടത്. ഓരോ തിരുമേനിമാരും അവരുടേതായ ഗദ്ഗതമാണ് ഇവിടെ നമ്മളോട് പറഞ്ഞത്. ഡോക്ടർ ജോഷുവ നിക്കോദിയോസ് തിരുമേനി പറഞ്ഞു, നമ്മുടെ പോലെ ഉണ്ടായിരുന്ന കൊച്ചാപ്പ അപ്പച്ചനും മറിയാമ്മ അമ്മച്ചിക്കും ജനിച്ച ഒരു തിരുമനസ്സിന്റെ സാന്നിധ്യമാണ് ഇവിടെ ഇന്നുള്ളതെന്ന്. എന്നാൽ നമ്മളൊക്കെ ഒരു പരിശുദ്ധനെ നമുക്കൊന്നും വാർത്തെടുക്കാൻ സാധിച്ചില്ല. സർവശക്തനായ ദൈവം അതിന് ഇടയാക്കട്ടെ. അമ്മമാരൊക്കെയും അതിനു വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അതുപോലെ തന്നെ ക്ലീനിസ് തിരുമേനി പറഞ്ഞതും പരിതസ്ഥിതിയെ നമ്മൾ എത്രമാത്രം ദോഷകരമായ രീതിയിലാണ് കൊണ്ടു നടക്കുന്നതെന്നും നമുക്ക് ഉപകാരപ്രദമായ പരിതസ്ഥിതിയും സർവശക്തനായ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചു തന്ന പരിതസ്ഥിതിയൊക്കെ നമ്മൾ ഇന്ന് എത്രമാത്രം മലിനപ്പെടുത്തുന്നു എന്ന് അതിന് വേണ്ടുന്ന മാർഗങ്ങൾ എന്തെന്നും വെള്ളമില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുന്നതിൻ്റെയൊക്കെയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നെ ഉദ്ഘാടന പ്രസംഗം, അനുഗ്രഹ പ്രഭാഷണം എല്ലാം നമുക്ക് വളരെയധികം ഫലവത്താകുന്നതായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫസർ മേരി മാത്യു ടീച്ചർ നമുക്കൊരു ക്ലാസ് എടുത്തു. നമുക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും കേട്ടിരിക്കാൻ എപ്പോഴും നമ്മൾ പൂർണ്ണ ബുദ്ധിയോടുകൂടി ഇരിക്കുകയാണ്. പരിമൾ തിരുമേനിയുടെ ബാല്യകാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഇന്ന് വരെയുള്ള കാലങ്ങൾ എത്ര ഹൃദയസ്പർശിയായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളോട് സംസാരിച്ച് നമുക്ക് വേണ്ടിയിട്ട് എന്നും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും പ്രാർത്ഥിക്കുകയും ഏറ്റെടുത്ത നാൾ മുതൽ മുന്നോട്ട് നയിക്കാനായിട്ട് കഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹവും സത്യത്തിൽ അനേകം വർഷമായിട്ട് നമ്മുടെ കേന്ദ്രം ഇങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹം ഒന്നും നോക്കാതെ, മുൻപിൻ ഒന്നും നോക്കാതെ എടുത്തു ചാടി അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്നു. അതിനെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് സന്തോഷമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതിനായിട്ട് എല്ലാവരും സഹകരിക്കുക. ജോയിന്റ് സെക്രട്ടറിമാര്, പല ഭദ്രാസനത്തിൽ നിന്ന് കടന്നു വന്ന വൈസ് പ്രസിഡന്റ്മാര്, അമേരിക്ക വരെ പ്രതിനിധീകരിച്ച് കടന്നു വന്ന PS സാമുവൽ അച്ഛന്, എല്ലാവർക്കും സെക്രട്ടറിമാര്, എല്ലാ ഭദ്രാസന സെക്രട്ടറിമാര്, ജോയിന്റ് സെക്രട്ടറിമാര്, സിസ്റ്റേഴ്സ്, നേരത്തെ ഇരുന്ന മുൻ സെക്രട്ടറിമാര്, കടന്നു വന്ന എല്ലാവർക്കും നന്ദി കരയറ്റുന്നു മോംസിന്റെ നാമത്തിൽ. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഒരുക്കി തന്ന ഈ പരിമല സെമിനാരി പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിച്ച് ഗാനം ആലപിച്ചവർക്ക് ഔവ്യൻ റഹ്മാൻ ഇത് എല്ലാ സൗകര്യങ്ങളും നമുക്ക് തന്നു. അനേകം വർഷങ്ങളായിട്ട് മർത്തമറി സമാജത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇവിടെ ഇല്ലായിരുന്നു. ഈ വർഷം നമുക്ക് അതും സാധിച്ചു. ഇതിനൊക്കെ ഉപരിയായിട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വന്ന് കടന്നു വന്ന എല്ലാ മാതാപിതാക്കൾക്കും ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്രിഗോറിയൻ TV, സൗണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് അറേഞ്ച് തന്ന എല്ലാവർക്കും നമ്മുടെ പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും ജോയിന്റ് സെക്രട്ടറിയോടും സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനം നമുക്ക് മുന്നോട്ട് എല്ലാം ഇന്ന് കേട്ടതുപോലെ അമ്മമാരാണ് എല്ലാം, സ്ത്രീകളാണ് നമ്മുടെ എല്ലാം. നമ്മൾ ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ച് ഏറ്റവും നല്ല പ്രസ്ഥാനമായിട്ട് സഭ ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരെ പ്രാർത്ഥനയോഗത്ത് വിടും, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിടും. നമ്മളാണ് എല്ലാ വിധത്തിലും ഇതിനൊരു നമുക്ക് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് പ്രാർത്ഥന, ഇതിനൊക്കെ നമ്മുടെ സക്രിയ മാതാവിന് പറഞ്ഞ പോലെ പ്രാർത്ഥന, കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന, നമ്മുടെ മേൽമാതി ടീച്ചർ പറഞ്ഞ പോലെ നമുക്കെല്ലാം ദൈവസേനയെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കുന്ന ഈ മധ്യസ്ഥന്റെ പ്രാർത്ഥനയും അപേക്ഷയും സാന്നിധ്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആശംസിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഈ സമ്മേളനത്തിൻ്റെ സമാപനമായിട്ട് പ്രാർത്ഥിച്ച് ആശീർവാദത്തിലൂടെ ഇത് അവസാനിക്കുകയാണ്. വന്നു ചേർന്ന ഏവർക്കും അതിനുശേഷം ഒരു റിഫ്രഷ്മെന്റ് നമ്മുടെ ഈ ചാപ്പലിന്റെ വടക്ക് ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം നൽകേണ്ടതാണ് എന്ന് ഞങ്ങൾക്കറിയാം എങ്കിൽ തന്നെയും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചൊരു സന്ദേഹം മനസ്സിലുണ്ടായതുകൊണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടില്ല. എങ്കിലും ക്ഷീണിതരാകാതിരിക്കാനായിട്ട് ഒരു പാക്കറ്റ് അതിനകത്ത് ലൈറ്റ് പ്രൊഫഷണലാണ് കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വാങ്ങി സന്തോഷത്തോടെ അനുഭവിച്ച് കൂടുതൽ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് പിന്നീട് അവരവരുടെ സൗകര്യം അനുസരിച്ച് വെളിയിൽ പോയി ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് ഉള്ള സൗകര്യം പ്രത്യേകിച്ച് ഇത്രയും കാര്യം ക്രമീകരിച്ചത് അവ്യം നിർമ്മാച്ചനും അതുപോലെ എൻ്റെ ചുമതലപ്പെട്ടവരുമാണ്. തീർച്ചയായും അവരുടെ കടപ്പാട് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇത്രയും വലിയൊരു സദസ്സ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉള്ളതിൽ നമ്മൾ പങ്കുകാരാകുക, കൂടാതെ സഹകരിക്കുക. വന്ന ഏവർക്കും പ്രത്യേകിച്ച് വളരെ സന്തോഷമുള്ളത് വളരെ തിരക്കേറിയ ദിവസങ്ങളാണ് ഇനി വരുന്നത്. എന്നാൽ ആ തിരക്കേറിയ ദിവസങ്ങളിൽ നിന്ന് നമുക്ക് അല്പം വേറിട്ട് 2-3 മണിക്കൂർ ഈ മണ്ണിൽ ചിലവഴിക്കുവാനായിട്ട് ശാന്തമായി ചിലവഴിക്കുവാനായിട്ട് സാധിച്ചത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞതിന് ശേഷം കബറിൽ പോയി പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് ഏവർക്കും മടങ്ങാവുന്നതാണ്. ഇപ്പോൾ സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദമായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുതാം. കാതോലിക്ക മകളാണ്. ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധയുടെ സംബന്ധമുള്ള സഹവാസം ഈ പ്രസ്ഥാനത്തോടുകൂടി ഇതിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളോടെ ഈ പെരുന്നാൾ സംബന്ധിക്കുന്ന എല്ലാവരോടും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതാകട്ടെ.